ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഏത് ഇതോ? ഓഹോ ഇതാണല്ലേ? ഇതാണ് സ്ഥലം. ആ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്താ. ഡീറ്റെയിൽ വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ പരപ്പന ഏകദേശം ഒരു 3.5 കിലോമീറ്റർ മാറിയിട്ട് ബാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. മൊത്തം 1 ഏക്കർ 40 സെന്റ് സ്ഥലമാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ അതിന്റെ വിശേഷങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളിട്ടോ. അപ്പൊ നിങ്ങളുടെ വേറൊരു കാര്യം പറയാനുള്ള, നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് നമ്മുടെ നമ്പറുമായിട്ട് മറക്കാതെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പൊ നല്ല കിടിലൻ കോളല്ലത്? കിടിലൻ കോളാണ്. അപ്പൊ ചെറിയ വിലയാണ് കേട്ടോ പാർട്ടി ചോദിക്കുന്നത്. നല്ല കിടിലൻ ഒരു കോളാണ് ഇപ്പൊ ഇന്ന് നമ്മൾ നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഡീറ്റെയിൽ പറഞ്ഞെടുത്താ, വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്താ. വഴിയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ പ്ലോട്ടാണ്. നമ്മളെ പരപ്പന ഏകദേശം ഒരു 3.5 കിലോമീറ്റർ മാറിയിട്ടാണ് സ്ഥലം വരുന്നത്. അത് നമ്മളെ പരപ്പേന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ മാത്രം മാറിയിട്ട് ബാനം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ബാനത്തുനിന്ന് വെറും 3/4 കിലോമീറ്റർ മാത്രം നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു 300 മീറ്റർ മാത്രം ടാറിങ് ആയില്ല. ഇത് നമ്മളെ ആധാരത്തിലുള്ള വഴിയാണ്, മണ്ണ് റോഡാണ്, ടാറിങ് ആയിട്ടില്ല. ഇതൊരു നമ്മളെ സ്ഥലത്തോട്ടൊക്കെ ഉള്ള പ്രൈവറ്റ് ആയിട്ടുള്ള റോഡാണ്. നമ്മളെ പ്ലോട്ട് വരുന്നത് കാണിച്ചു കൊടുത്താ. പ്ലോട്ട് ഈ കാണുന്നതാണ് സ്ഥലം കേട്ടോ. നല്ല കിടുക്കാച്ചി സ്ഥലമാണ്, റോഡ് സൈഡിൽ തന്നെ. ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് ഇപ്പൊ നിലവിൽ ജീപ്പ് പോലത്തെ വാഹനങ്ങൾ എപ്പോ വരുള്ളൂ കേട്ടോ. ടാറിങ് ആവാത്ത കാരണം ജീപ്പ് പോലത്തെ വാഹനങ്ങളൊക്കെ വരുള്ളൂ. അപ്പൊ നമ്മളെ സ്ഥലത്തിന്റെ അതിര് പറഞ്ഞ് തുടങ്ങാട്ടോ. റോഡിന്റെ മുകളിലോട്ട് ഈ കാണുന്നതാണ് സ്ഥലം. റോഡിന്റെ മുകളിലോട്ടാണ് നമുക്കിപ്പോ പാലൊക്കെ എടുത്ത് കൊണ്ടുവയ്ക്കാന്നുണ്ടെങ്കിലൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അതായത് മാർക്കറ്റുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ റോഡിന് മുകളിലോട്ടുള്ള സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. കാരണം നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് റോഡ് സൗകര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ താഴോട്ടൊക്കെയാണ് സ്ഥലം എന്നുണ്ടെങ്കിൽ ആൾക്കാർ കുറച്ച് മടിക്കും. അപ്പം നമുക്ക് റോഡിന്റെ ഫ്രണ്ടിൽ മേലെ തന്നെ കേട്ടോ നമ്മളെ സ്ഥലം വരുന്നത്. അപ്പൊ നമുക്ക് റോഡിന്റെ ഫ്രണ്ടേജ്, നമ്മളെ ഈ റോഡാണ് കേട്ടോ നമ്മളെ അതിര്. റോഡിൽ നിന്ന് ഇങ്ങോട്ട് മുകളിലോട്ടാണ് പ്ലോട്ട് കിടക്കുന്നത്. ആ റോഡിന്റെ ഫ്രണ്ടേജ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് കേട്ടോ. അത് അങ്ങ് അവിടം വരെ കിടക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ പോയി നോക്കാം. അവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ്. കുറെ അങ്ങോട്ട് ഉണ്ട് കേട്ടോ. നല്ല നീളം വരുന്നുണ്ട് ഫ്രണ്ടേജ്. മൊത്തം 1 ഏക്കർ 40 സെന്റ് സ്ഥലം അല്ലേ? കാഞ്ഞങ്ങാട് നമുക്ക് ഏകദേശം എത്ര കിലോമീറ്റർ? നമുക്ക് കാഞ്ഞങ്ങാട് അവിടെ നിന്ന് ഇങ്ങോട്ട് 19 കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ. അതേപോലെ നമുക്ക് നീലേശ്വരത്ത് നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരാണ് വരുന്നത് കേട്ടോ. നമ്മുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാഞ്ഞങ്ങാടും നീലേശ്വരൊക്കെയാണ് വരുന്നത് കേട്ടോ. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ പ്ലോട്ടൊക്കെ കാണാനൊക്കെ വരുന്നുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് അല്ലെങ്കിൽ നീലേശ്വരൊക്കെ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അത്ര ദൂരെ നമുക്ക് വരുന്നുള്ളൂ. പിന്നെ അടുത്ത നമ്മളെ ഫ്രണ്ടേജ് ഇവിടം വരെയാണ് ഞാൻ കാണിച്ചു തരട്ടോ. അങ്ങോട്ടൊക്കെ നിങ്ങൾ നോക്കിയാണ് നിങ്ങൾ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് ഇതാ അവിടം വരെ, ഈ ഒരു മരത്തിന്റെ അവിടം വരെയാണ് വരുന്നത് കേട്ടോ. ഇതാ ഏകദേശം ഇവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നത്. അപ്പുറത്തെ പറമ്പിലും അപ്പുറത്തൊക്കെ റബ്ബർ തോട്ടങ്ങൾ തന്നെയാണ് മൊത്തം കിടക്കുന്നത്. അതെ, ഫ്രണ്ടേജ് നല്ല നീളമുള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ കുറച്ച് റിസ്ക് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വഴി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇഷ്ടം പോലെ വീടുകളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ സ്ഥലങ്ങളൊക്കെയാണ്. ഇതൊക്കെ റബ്ബറുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ടാറിങ് റോഡ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ റോഡ് ഇവിടുന്ന് ടാറിങ് റോഡ് വരുന്നുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 300 മീറ്റർ മാത്രം ടാറിങ് ആകാൻ ബാക്കിയുണ്ട് നമ്മളെ ഒരു പ്ലോട്ടിലോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ സാധാരണ നമ്മളെ പ്രൈവറ്റ് വഴിയാണ്. ഇനി നമുക്ക് തോട്ടത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് ഉള്ളിലത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് സ്ഥലം കാണണ്ടേ? സ്ഥലം കാണണം. പറമ്പിൽ എന്ന് പറഞ്ഞാൽ ഒരു 160ഓളം റബ്ബർ ഉണ്ട്, തേക്ക് ഉണ്ട്, കശുമാവ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പോയിട്ട് നോക്കാം. നമുക്ക് ഇനി പറമ്പിലെ വിശേഷങ്ങൾ കാണാട്ടോ. നമ്മളീ ഒരു സ്ഥലം കുറച്ച് ചെരിവുള്ള സ്ഥലമാണ് കേട്ടോ. ചെറിയ ചെരിവാണെന്ന്, അതായത് ഓവർ ചെരിവോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ നടന്നു പോകാനുള്ള കണക്കിനുള്ള ചെറിയൊരു ചെരിവ്. അധികം കുന്നോ മലയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നോക്കിയാൽ ഞങ്ങൾ കിടിലൻ വ്യൂ ആട്ടോ. നല്ല കാഴ്ച ഉണ്ടല്ലേ അങ്ങോട്ട്. നല്ല രസമുണ്ട്. നല്ല രസമുള്ള ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. അങ്ങോട്ടൊക്കെ തന്നെ നോക്കുമ്പോൾ റിസോർട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്, ഹോം സ്റ്റേക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. അങ്ങോട്ടൊക്കെ കാണും, നല്ല കാഴ്ചയുള്ള സ്ഥലമാണ്. ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഏകദേശം ഒരു മേലെന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാട്ടോ. കണ്ടില്ല നിങ്ങൾ നോക്കിയാണെങ്കിൽ സ്ഥലങ്ങളൊന്നും എപ്പോഴും ഇതേമാതിരി കുറഞ്ഞ വിലന്റെ സ്ഥലങ്ങളൊന്നും നമുക്ക് വാങ്ങിയിടാൻ കിട്ടൂല കേട്ടോ. അപ്പൊ കിട്ടുമ്പോ എത്രയും പെട്ടെന്ന് നിങ്ങൾ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഒരു അസറ്റ് ആയിട്ട് മാറും. കുട്ടികളൊക്കെ വലിയതായി വരികയാണ്. അപ്പൊ അന്നേരത്തേന് നമുക്ക് അതൊക്കെ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അവർക്കും തന്നെ അങ്ങനെയുള്ള ചിന്തകളിലൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല കിടിലൻ പ്രോപ്പർട്ടിയാണ്. റബ്ബറിന്റെ സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുത്താൽ ഇതേമാതിരിക്കുള്ള റബ്ബറുകളാണ് മൊത്തം 160ഓളം റബ്ബറുകൾ, 105 ഇനത്തിൽപ്പെട്ട റബ്ബറുകളാണ് മൊത്തം.
ഏപ്പട്ട കഴിഞ്ഞിപ്പതാണ് ബീപ്പട്ടതാണ് ഇതുവരെ വെട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 വർഷം കൂടി ഇനിയും ടാപ്പിംഗ് ആക്കാനുള്ള പട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കിടിലം മരങ്ങൾ തന്നെ കേട്ടോ. എല്ലാ മരങ്ങളും ഒന്നിനൊന്നിനും മെച്ചമുള്ള നല്ല നല്ല അടിപൊളി കിടുക്കാച്ചി മരങ്ങളാണ്. ഒക്കെ നല്ല നല്ല മരല്ലേ ചേട്ടാ, ഇതൊക്കെ നോക്കി എന്താ നല്ലതൊക്കെ നോക്കി വെട്ടി നശിപ്പിക്കുക. ഈ ഒരു പ്ലോട്ട് വന്ന് നിങ്ങൾ കണ്ടു നോക്കി, ചെറിയ വിലയാണ് പാർട്ടി ചോദിക്കുന്നത്. എന്താ പറയാ, എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പൈസ ഒന്നും എടുത്തു വെക്കാതെ എത്രയും പെട്ടെന്ന് വന്നിട്ട് ഒരു 1 ഏക്കർ 40 സെന്റ് സ്ഥലം പെട്ടെന്ന് കൈക്കലാക്കാം അല്ലെ. അതെ. അപ്പൊ നമുക്ക് ബാക്കിയും കുറെ സാധനങ്ങൾ കാണാണ്ട്, തേക്ക് അതുപോലെ കശുമാവ് അതൊക്കെ കാണാണ്ട് കേട്ടോ. ഇപ്പം നോക്കിയേ, ഒരുവിധം എല്ലാ മരത്തേലും കുരുമുളകെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കിയേ, നല്ല ഏട്ടാ തൂർന്നുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയേ, ഇരുള് പോലത്തെ മരങ്ങളാണ് കേട്ടോ. അതെല്ലാം ഇഷ്ടം പോലെ കുരുമുളക് ഒരുവിധം എല്ലാ മരത്തേലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മള് പറമ്പിന്റെ കുറച്ച് മേലെ ഭാഗത്താ നിക്കണ കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒന്ന് കാണിച്ചില്ല, താഴത്തേക്കുള്ള കേട്ടോ. താഴെയാണ് നമുക്ക് വഴിയെല്ലാം, താഴെ കൂടെ പോണ വഴിയെല്ലാം നമുക്ക് ഇവിടുന്ന്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 3/4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബാനത്ത് എത്തും കേട്ടോ. ബാനത്ത് ഹൈസ്കൂൾ ഉണ്ട്, 1 മുതൽ 10ാം ക്ലാസ് വരെ സ്കൂളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് സെന്റർ ഉണ്ട്. പിന്നെ നമുക്ക് സ്കൂളിൽ 1 മുതൽ 10ാം ക്ലാസ് വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബാനത്ത് വിടാം. 3/4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബാനത്ത് സ്കൂളിൽ എത്തുകയും ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരപ്പയിലുണ്ട് ഹയർ സെക്കൻഡറി സ്കൂള്, 1ാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഉള്ളത്. അപ്പൊ നമുക്ക് ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പരപ്പേര് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തുകയും ചെയ്യും, പിള്ളേരൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ. അതല്ല ഇനിയിപ്പോൾ ജോലിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സിന് പോകേണ്ട സൗകര്യത്തിന് നമുക്ക് ഏകദേശം 300 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ബസ് ഓടുന്ന റൂട്ടിലോട്ട് നല്ല റോഡ് സൈഡിൽ നമ്മൾ എത്തുകയും ചെയ്യും. ഇതേ നോക്കിയേ, നല്ല കായ്ക്കുള്ള പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ. പ്ലാവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതേ ഇപ്പൊ ചക്കേന്റെ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇപ്പൊ പ്ലാവൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ നമുക്ക് ഇനി തേക്കൊക്കെ കാണാട്ടോ. ഇപ്പൊ നമ്മള് റബ്ബറൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ, ഇനി അടുത്ത് നമുക്ക് കാണാനുള്ള തേക്കാണ് കേട്ടോ. ഏകദേശം 3 വർഷത്തോളം പ്രായമായ തേക്കും തൈകളാണ് ഇനി ഉള്ളത്. ഇതാ ഈ കാണുന്ന തേക്കും തൈകളൊക്കെ ഏകദേശം 3 വർഷത്തോളം പ്രായമായതാട്ടോ. അതാ ഈ കാണുന്നത് കണ്ടോ, ഒക്കെ നല്ല നല്ല തേക്കും തൈകൾ കേട്ടോ. അതുപോലെ ഏകദേശം 40ഓളം എണ്ണം ഉണ്ട്, അങ്ങോട്ടൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ 3 വർഷം പ്രായമായ കശുമാവൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വഞ്ഞി കശുമാവൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ പെട്ടെന്ന് കായ്ക്കണ ഇനം കശുമാവാണ്. ഏകദേശം 3 വർഷം പ്രായമായതാണ് ഇതെല്ലാം. ഇതേപോലത്തെ ഒരു 25ഓളം കശുമാവാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്ക് ഇനി പറമ്പിന്റെ ഏറ്റവും സൈഡിലുള്ള ഒരു അതിരും കൂടി കാണിച്ചു കൊടുത്താൽ അവിടെ കയ്യാലൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ. നമ്മളെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യട്ടോ. നമ്മൾ ഇതിനകത്ത് ഓണർ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓണറായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളെ വീടോ സ്ഥലോ ഒക്കെ കൊടുക്കാണ്ട് എന്തെങ്കിലും പ്രോപ്പർട്ടി ഒക്കെ കൊടുക്കാണ്ടെങ്കിൽ അതിന് ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്താൽ 98 95 18 18 86 ഈ നമ്പറിൽ വിളിക്കാട്ടോ. അപ്പളേ നമ്മൾ പറമ്പിന്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊ നിക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നോക്കി ഇവിടെയൊക്കെ ചുറ്റുഭാഗം ഫുള്ള് കയ്യാല കെട്ടിയിട്ടേക്കാണ് കേട്ടോ. ഇത് ഈ കയ്യാലയ്ക്ക് അപ്പുറം വേറെ ആളെ സ്ഥലമാണ്. അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. അവിടെയൊക്കെ ഒരു വീട്, അവിടെയൊക്കെ വീടുകൾ കാണുന്നുണ്ട്. ഇപ്പൊ ഈ മഴയല്ലേ, കുറച്ച് കാടുള്ള കാരണം നമുക്ക് പച്ചപ്പോണ്ട് കാണാത്താണ് കേട്ടോ. അങ്ങോട്ടൊക്കെ ഒരുപാട് അത് കഴിഞ്ഞ ടാറിംഗ് റോഡാണ് അല്ലേ. അത് കഴിഞ്ഞ അപ്പുറത്തേക്ക് ടാറിംഗ് റോഡാണ്. ഈ ഒരു പറമ്പ് കഴിഞ്ഞ് പറമ്പിന്റെ അപ്പുറത്ത് ഏകദേശം ഒരു 200 മീറ്റർ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു 200 മീറ്ററിന്റെ ഉള്ളിൽ നമുക്ക് ടാറിംഗ് റോഡാണ്. പിന്നെ നമ്മളെ പറമ്പിന്റെ ഇടയ്ക്കൊക്കെ അതേപോലെ നല്ല കായ്ക്കുന്ന കശുമാവ് ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കിയേ, വലിയ വലിയ കശുമാവാണ് കേട്ടോ. ഇത് വലിയ കശുമാവുണ്ട് കുറച്ച്. പിന്നെ അതുപോലെ തന്നെ ചെറുത് ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചു കൊടുത്തില്ലേ, ഏകദേശം 3ാം വർഷം പ്രായമായ കശുമാവ്. ഇത് ഇങ്ങനത്തെ ഏകദേശം 25ഓളം എണ്ണം ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാൽ തേക്കൊക്കെ നോക്കിയാൽ എന്താ ഉഷാറ് തൈകൾ അറിയോ. ഒക്കെ നല്ല നല്ല തൈകളാട്ടോ. ഇനി നമ്മളെ പറമ്പിന്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു വഴി വരുന്നുണ്ട്. ഇതിപ്പോ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനുള്ളതാണ്. ഇപ്പൊ ഇതിലെ വണ്ടി വരുന്നതാണ്. ഇപ്പൊ ഇവര് പറമ്പിലെ ആവശ്യങ്ങൾക്കെല്ലാം വണ്ടി ഇങ്ങോട്ട് വരും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലെ ഇങ്ങോട്ട് കയറ്റുകയും ചെയ്യാം അല്ലെ. ഈ ഒരു ഭാഗം കുറച്ചെടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പറമ്പിലോട്ട് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യാം. പിന്നെ നമ്മളിപ്പോ റബ്ബർ കണ്ടു, തേക്ക് കണ്ടു, കശുമാവ് കണ്ടു. ഇനി അടുത്ത ഇങ്ങോട്ട് നോക്കിയാൽ നല്ല വണ്ണുള്ള ഏകദേശം 6ഓളം മഹാഗണി ഉണ്ട് ഇതേപോലെ നല്ല വണ്ണുള്ളത്. പിന്നെ ഒരു 3-4 വർഷം പ്രായമായത് എല്ലാം കൂടെ കൂട്ടി മൊത്തം ഒരു 50ഓളം മഹാഗണി ഉണ്ട് ഇതിനകത്ത് കേട്ടോ. ഒക്കെ നല്ല നല്ല മരങ്ങളാണ്. അങ്ങോട്ടൊക്കെ നോക്കിയാൽ അതൊക്കെ മഹാഗണിയാണ് ആ കാണുന്നത്, നല്ല വണ്ണുള്ള മരങ്ങള്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ഒരുവിധം എല്ലാ മരത്തെ കൂടെയും കുരുമുളക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് എല്ലാ മരത്തേലും കുരുമുളക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വീട്ടിലെ ആവശ്യത്തിനോ അല്ലെങ്കിൽ പുറത്ത് കൊടുക്കണമെങ്കിലും ഒക്കെ ഇഷ്ടം പോലെ കുരുമുളക് ഏകദേശം കിട്ടുന്നുണ്ട്. വർഷം 20 കിലോയുടെ അടുത്ത് കുരുമുളക് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ മഹാഗണിക്ക് നോക്കി, ഇതൊക്കെ എന്താ വണ്ണം എന്നറിയൊക്കെ നോക്കി,
ഒക്കെ വലിയ വലിയ മരങ്ങളാട്ടോ. അതേപോലത്തെ വണ്ണുള്ള ഏകദേശം 6ഓളം മരങ്ങളാണ് ഉള്ളത് കേട്ടോ മഹാഗണി. ഇത് വരണം. പിന്നെ ദാ ഇപ്പുറത്ത് വേറെ ഒന്ന് വലുത് അങ്ങോട്ടൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് വലുത്. ഇതുണ്ടോ ഇതിന്റെയൊക്കെ വണ്ണം നോക്കിയാൽ വലിയ മരമാണ് കേട്ടോ. നോക്കിയേ എത്രങ്ങാനും വലിയ മരം. നമ്മൾ പറമ്പിന്റെ ഓരോ ഭാഗങ്ങളും പ്രത്യേകം പ്രത്യേകം എടുത്ത് കാണിച്ചു തരും കേട്ടോ. അത് നോക്കിയേ ഇതേ കൂടെ ഒക്കെ കുരുമുളക് കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കിയേ ഉണ്ടല്ലോ റബ്ബർ തോട്ടം. താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോന്നോളൂ കേട്ടോ. അപ്പൊ സ്ഥലത്തിന്റെ എല്ലാ ഡീറ്റെയിലും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി പാർട്ടീന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഈ 1 ഏക്കർ 40 സെന്റ് സ്ഥലത്തിനും മൊത്തത്തിലുള്ള വിലയാണ് പറയുന്നത്. 15 ലക്ഷം രൂപയാണ് ഇതിന്റെ ഓണർ ഇതിന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഓണർ നമ്പർ ഞാൻ താഴെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന് പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയറിലാണ്. ആധാരം, പട്ടയം, അടിയാധാരം എന്ന് വേണ്ട എല്ലാവിധ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നിലവിൽ ഇപ്പോൾ ഈ ഒരു സ്ഥലത്തിനുള്ളതാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 15 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്രോപ്പർട്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ 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 ബൈ. ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നിൽക്കുന്ന നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഒരു 24 കിലോമീറ്റർ മാറിയിട്ട് നമ്മളെ കൊട്ടോടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഇവിടെ ഒരു ടാറിംഗ് റോഡിന്റെ സൈഡിൽ ഒരു 1 ഏക്കർ 26 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഇതാ ഈ കാണുന്നതാണ് സ്ഥലം കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ പ്രോപ്പർട്ടികളൊക്കെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിന് ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഏകദേശം ഒരു 24 കിലോമീറ്റർ മാറിയിട്ട് കൊട്ടോടി പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കൊട്ടോടി ടൗണിൽ നിന്ന്, അതായത് ബസ് റൂട്ടിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളെ പ്ലോട്ട് വരുന്നത്. ടാറിംഗ് റോഡിന്റെ സൈഡിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. മൊത്തം 1 ഏക്കർ 26 സെന്റ് സ്ഥലമാണ്. അതിനകത്ത് ഫുള്ള് റബ്ബറാണ് കേട്ടോ. അപ്പൊ സ്ഥലത്തിന്റെ അതിര് ഇവിടുന്ന് തുടങ്ങാണ്. ഫ്രണ്ടേജ് അങ്ങനെ കിടക്കുകയാണ്. അതൊക്കെ കാണിച്ചു തരാം. ഫ്രണ്ടേജ് കുറെ അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട്. അപ്പൊ ഇവിടുന്നാണ് തുടങ്ങുന്നത്. പ്ലോട്ടിന്റെ അതിര് ഇവിടുന്ന് തുടങ്ങുകയാണ്. തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട്. അതാ അവിടെയൊക്കെ വീടുകളുണ്ട്. പിന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഇതാ അപ്പൊ ആ ഒരു വീടിന്റെ അവിടം വരെ ഇപ്പൊ തൊട്ടടുത്തുള്ള പ്ലോട്ട് വരെ വന്നിട്ടുണ്ട്. അപ്പുറത്ത് വേറെ ഉണ്ട്. അതും കാണിക്കാം. ഫ്രണ്ടേജിന്റെ അങ്ങേ തലക്കിലും ഇലക്ട്രിക് പോസ്റ്റ് വരുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഭാവിയിൽ കറണ്ട് എടുക്കണം നോക്കണമെങ്കിൽ ഒരു പോസ്റ്റ് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പ്ലോട്ടിന്റെ സൈഡിൽ തന്നെ കറണ്ടിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടോ. ഇവിടേക്ക് ഒരു പോസ്റ്റ് ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് ഓരോ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ പോയി കാണാം നമുക്ക് വരുന്നല്ലേ. അപ്പൊ അതാ ഈ കാണുന്നതാണ് സ്ഥലം കേട്ടോ. നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നല്ല ശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലൊക്കെ അടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളാണ്. നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ, നല്ല രസമല്ലേ കാണാൻ. അതെ. പിന്നെ നമുക്ക് നമ്മൾ ഈ ഒരു സ്ഥലം തന്നെ നല്ല നീളം വരുന്നുണ്ട്. ഫ്രണ്ടേജ് പറഞ്ഞ് അങ്ങ് അറ്റം വരെ കുറെ അങ്ങോട്ട് നല്ല നീളം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്ലോട്ടുകളാക്കിയൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഏകദേശം ഒരു 100 മീറ്ററിന്റെ അടുത്ത് നമുക്ക് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് കേട്ടോ. നോക്കിയേ, വീതി കുറച്ച് കുറവാണ്. അപ്പൊ നമുക്ക് 10 സെന്റോ 15 സെന്റോ ആയിട്ട് പ്ലോട്ടുകളായിട്ട് തിരിച്ചാൽ വീടുകളൊക്കെ വെക്കാൻ പറ്റുന്ന പാകത്തിനുള്ള അതിനുള്ള സൗകര്യത്തിനുള്ള നല്ലൊരു സ്ഥലമാണ് അല്ലേ. അതെ. പിന്നെ നമ്മൾ ഈ ഒരു പറമ്പിൽ എന്തൊക്കെയാ ആദായം കിട്ടണെന്ന് പറഞ്ഞാൽ, ആദായം എന്ന് പറഞ്ഞാൽ ഒരു 230ഓളം റബ്ബറുകളുണ്ട്. 105 ഇനത്തിൽപ്പെട്ട 230ഓളം റബ്ബറുകളൊക്കെ 4-ാം വർഷം പ്രായമായ, ടേപ്പിംഗ് ആക്കിയിട്ട് 4-ാം വർഷം പ്രായമായ റബ്ബറുകളാണ്. പിന്നെ അതിര് വഴിയെല്ലാം ഫുള്ള് തേക്കുകളുണ്ട്. ഏകദേശം 20ഓളം തേക്കുകളുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ ഈ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ കിടക്കുന്നതാ, ഇതൊക്കെ ഇതിൽപ്പെട്ടതാണ്. ഈ തേക്കുകളൊക്കെ നോക്കിയാൽ ഇതേപോലത്തെ 20ഓളം തേക്കുകളുണ്ട്. ഏകദേശം ചെറുതും വലുതൊക്കെ ആയിട്ട് 20 ഉണ്ട് കേട്ടോ. പിന്നെ ഒരു മഹാഗണി ഉണ്ട്, അതേപോലെ 2 ഈട്ടി ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പറമ്പിലോട്ട് പോയിട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇപ്പൊ റബ്ബർ നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് കാണിച്ചു കൊടുക്കാൻ തേക്കുകൾ ഇപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ ഈ ഒരു അതിര് വഴി ഉള്ളത്. അതെ, നമുക്ക് ആ ഫ്രണ്ടേജ് കുറച്ച് നീളല്ലേ, അത് കാണിക്കാം അല്ലേ. പിന്നെ അടുത്തുള്ള കൃഷികളൊക്കെ തെങ്ങ്, കവുങ്ങ്, റബ്ബർ അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ്. പിന്നെ ഇഷ്ടംപോലെ വലിയ വലിയ വീടുകളൊക്കെ അടുത്തടുത്തുണ്ട് കേട്ടോ. അല്ലേ, കവുങ്ങ് തോട്ടൊക്കെ നോക്കി വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ് കേട്ടോ. പിന്നെ വെള്ളം കിട്ടുന്ന ഏരിയ ആണ്. കണ്ടില്ല, അവിടെ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മളെ പറമ്പിലല്ല, നമ്മളെ ഈ ഒരു പറമ്പിനോട് തൊട്ട് ചാരിയുള്ള പറമ്പിൽ തന്നെയാണ് അല്ലേ. നല്ല ഇവിടെ തന്നെ നോക്കിയാൽ കാണാം നമുക്ക് വെള്ളം ഇങ്ങനെ നിറഞ്ഞൊഴുകി പോണത് കാണാം. കുളത്തില് വെള്ളമൊക്കെ കിട്ടുന്ന ഏരിയ ആണ്. ഇനി ഒരു കിണറൊക്കെ കുഴിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അധികം താഴ്ച ഇല്ലാതെ തന്നെ നല്ല വെള്ളം കിട്ടും. ബോർവെല്ലാണെങ്കിലൊക്കെ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഏരിയ ആണ് കേട്ടോ. പിന്നെ കുറെ ആൾക്കാർ നമ്മളെ കേരളത്തിൽ നിന്ന് കർണാടകയിലൊക്കെ പോയിട്ട് കണ്ടമാനം പൈസ എല്ലാം കൊടുത്തിട്ട് ഇഷ്ടം പോലെ റബ്ബർ മരങ്ങളൊക്കെ പാട്ടത്തിനെടുത്ത് കുറെ ആൾക്കാർ പൈസ ഒക്കെ അങ്ങനെ കളയുന്നുണ്ട് കേട്ടോ.
അത്ര പൈസയൊക്കെ പറഞ്ഞ നമ്മളോട് ഓരോരുത്തർ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കർണാടകയിലൊന്ന് പോയിട്ട് പൈസ ഒന്നും കളയേണ്ട, നിങ്ങൾ റബ്ബർ തോട്ടം പാട്ടത്തിന് എടുത്താണ്ട് ഇതേപോലത്തെ നല്ല നല്ല തോട്ടങ്ങൾ വിലക്കന്നെ എടുക്കാൻ കിട്ടും. ചെറിയ വിലക്ക് കിട്ടാനുണ്ട്. നമ്മളെ കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലൊക്കെ ആയിട്ട് ഒരുപാട് തോട്ടങ്ങൾ ഇതേമാതിരി വിലക്ക് ചെറിയ വിലക്ക് കിട്ടാനുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള തേക്കാണ് കേട്ടോ, നല്ല വണ്ണുള്ള തേക്ക്. ഇതേപോലെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഏകദേശം 10-20ഓളം തേക്കുകളാണ് ഉള്ളത് കേട്ടോ ഈ ഒരു പ്ലോട്ടിനകത്ത്. അപ്പൊ ഇതേപോലത്തെ നല്ല വണ്ണുള്ള ഒരു 4-5 എണ്ണം ഇതേപോലെ പ്രായമുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ കൊറേ അവിടെ നിന്നാണ് വന്നത് കേട്ടോ. വന്നതാ പുറത്ത് നമ്മളെ അത്യാവശ്യം നല്ല നീളം തന്നെ ഉണ്ട് അല്ലേ. ആ അപ്പൊ ഇവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ്. അതായത് ഈ തേക്ക് നിൽക്കുന്നതിന്റെ പുറത്തേക്ക് ഈ റബ്ബർ തൈ കാണുന്നതിന്റെ ഇവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജിന്റെ എൻഡ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ റോഡ് നേരാണ് പോണത്, ചുള്ളിക്കരക്കാണ് പോണത്. പിന്നെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. തൊട്ടടുത്തതാ ഇവിടെ റോഡ് സൈഡിന് ഇവിടെ തന്നെ നമുക്ക് കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് നമ്മൾ ഈ ഒരു എൻഡിലും വരുന്നുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ അവിടെ കാണിച്ചു തന്നു, ഇപ്പൊ എൻഡിൽ ഇവിടെയും വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇനി കറണ്ടിന്റെ കണക്ഷൻ ഒക്കെ എടുക്കാനൊക്കെ എളുപ്പമാണ്. പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ സൈഡിൽ തന്നെ വീടുകളുണ്ട് കേട്ടോ. അവിടെയൊക്കെ വീടുണ്ട്. അയൽവാസികളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ വീടുകളുണ്ട്. വീടൊക്കെ വെച്ച് താമസിക്കാണ്ടെങ്കിൽ ഒന്നും എന്താ പറയാ, നല്ലൊരു ഏരിയ ആണ്. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അടുത്തടുത്തൊക്കെ ഉള്ള റബ്ബർ തോട്ടങ്ങളും പിന്നെ അടുത്തടുത്ത് വീടുകളും ഒക്കെയാണ് അല്ലേ. അത്യാവശ്യം എന്താ പറയാ 5 ഏക്കർ 10 ഏക്കറുള്ള വീടുകളൊക്കെ ഉള്ള ആൾക്കാരാണ് അല്ലെ മൊത്തത്തിലുള്ള. അതെ, ഇനിയിപ്പോ ഒരു വീട് വെച്ച് താമസിക്കാണ്ടേ നമുക്ക് ഈ റബ്ബർ മരങ്ങളൊക്കെ ടാപ്പിംഗ് ആക്കിയാൽ തന്നെ അത്യാവശ്യം വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് തോട്ടത്തിന്റെ ഉള്ളിൽ പോയിട്ട് മരങ്ങൾ ഓരോന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. അപ്പൊ നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള വഴി സൗകര്യം ഒക്കെ കണ്ടില്ല, നിങ്ങൾ ഇതിന്റെ ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ കണ്ടില്ല. അപ്പൊ നമ്മളെ ഈ ഒരു പ്ലോട്ടിലോട്ട് കാസർഗോഡ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. അതേപോലെ നമുക്ക് സുള്ളിയാണെങ്കിൽ ഒരു 38 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. പാണത്തൂരിൽ നിന്ന് 22, ചുള്ളിക്കരയിലോട്ട് 2 കിലോമീറ്റർ മാത്രം. ഈ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ എന്താ പറയുക, ചീമുള്ളടുക്കം. പിന്നെ 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് റൂട്ട് ഉള്ളതാണ് കേട്ടോ. അമ്പലം, പള്ളി, ചർച്ച് എല്ലാ സൗകര്യം ഉള്ളതാണ്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്, കൊട്ടോടിയിലുണ്ട്. പിന്നെ നമുക്ക് മുസ്ലിം പള്ളി ഉണ്ട്, 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ മുസ്ലിം പള്ളി ഉണ്ട്. ഹയർ സെക്കൻഡറി സ്കൂള് അതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഒക്കെ നമ്മൾ ഈ ഒരു 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് നമ്മളെ കൊട്ടോടി ടൗണിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് റബ്ബറുകളൊക്കെ ഒന്ന് ഓരോന്നോരോന്നായിട്ട് കാണാം. അവിടുന്ന് തുടങ്ങാൻ കേട്ടോ. അതേപോലത്തെ 105 ഇനത്തിൽപ്പെട്ട 230ഓളം റബ്ബർ മരങ്ങളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിലുള്ളത്. എല്ലാം നല്ല നല്ല റബ്ബർ മരങ്ങളാണ്. 4 വർഷം മാത്രമേ ടാപ്പിംഗ് തുടങ്ങിയിട്ടായിട്ടുള്ളൂ കേട്ടോ. 4 വർഷം മാത്രമേ ടാപ്പിംഗ് ചെയ്തിട്ടുള്ളൂ. ഓരോ മരങ്ങളൊന്നും കാണിച്ചെടുത്ത എല്ലാം അടിപൊളി മരങ്ങളാണ്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള നല്ല നല്ല മരങ്ങളാണ് കേട്ടോ. ഇനിയിപ്പോ റബ്ബർ വേണ്ട, വീടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അല്ലേ, അതിനും പറ്റിയ സ്ഥലമാണ്. വീടൊക്കെ വെച്ച് താമസിക്കുകയാണെങ്കിലും അതിനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. ഇനിയിപ്പോ ഈ ഒരു സ്ഥലം എടുത്തിട്ട് നിങ്ങൾക്ക് പ്ലോട്ട് ആക്കി കൊടുക്കണമെങ്കിൽ അതിനൊക്കെ പറ്റും. കാരണം നല്ല നീളം വരുന്നുണ്ട് ഫ്രണ്ടേജ്. റോഡ് ഫ്രണ്ടേജിൽ തന്നെ നമുക്ക് പ്ലോട്ടുകളാക്കി കൊടുക്കാൻ സൗകര്യമാണ് കേട്ടോ. നല്ല സൈലന്റ് ആയിട്ടുള്ള ഏരിയ. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ ഒന്ന് നോക്കിയാൽ അതിലൊക്കെ വീടുകളൊക്കെ വലിയ വലിയ വീടുകളാണ് ആ കാണുന്നത് കേട്ടോ. ഒക്കെ എല്ലാവരുടെ പറമ്പിലും കവുങ്ങ്, തെങ്ങ്, അതുമാതിരി ജാതി, കശുമാവ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് ഇപ്പൊ ഈ ഒരു തൊട്ടടുത്തുള്ള പറമ്പിലൊക്കെ ഇപ്പൊ ഈ ഒരു ഫ്രണ്ടിൽ കാണുന്നത്. നല്ല സ്റ്റൈലുള്ള സ്ഥലം അല്ലേ. അതെ, അതും ഇത്രയും നല്ല ടാറിങ് റോഡിന്റെ സൈഡിൽ തന്നെ കേട്ടോ. എന്താണ് നമ്മളെ പ്ലോട്ടിനകത്തുള്ള മഹാഗണിയാണ് കേട്ടോ. നല്ല വണ്ണുള്ള വലിയൊരു മഹാഗണികൾ ഏകദേശം ഒരു 8ഓളം മഹാഗണികൾ ഉണ്ട്. ചെറുതും ചെറിയതും എല്ലാം പാടെ കൂട്ടിട്ടോ. അപ്പൊ ഇതാ ഇതിനകത്ത് കുറച്ച് വലിയൊരു മഹാഗണി കണ്ടപ്പോ കാണിച്ചെന്നാണേ. ബാക്കി കുറച്ച് തൈകൾ അതിലെല്ലാം ഉണ്ട്. ഇതൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് അവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇതാ കുറച്ച് മഹാഗണി തൈകൾ ഇതിലെല്ലാം നട്ടിട്ടുണ്ട്. ഏകദേശം മൊത്തത്തിൽ 8ഓളം മഹാഗണി ഉണ്ട്. അതാണ് ഇപ്പൊ നമ്മളെ പറമ്പിന്റെ ഒരു എൻഡ് എന്ന് പറഞ്ഞാല്. വീതി കുറച്ച് കുറവല്ലേ, നീളം കൂടുതലും അല്ലേ. നീളം കൂടുതലും വീതി കുറവും. ഇതാണ് ഇപ്പൊ നമ്മളെ പ്ലോട്ടിന്റെ ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാല്. ഇനിയിപ്പോ എന്തെങ്കിലും അത്യാവശ്യം വന്നൊരു ഓട്ടോറിക്ഷക്കാരൊക്കെ നമ്മൾ ഒരു ട്രിപ്പ് പോകാൻ വിളിക്കാന്നുണ്ടെങ്കിൽ വണ്ടി നേരെ നമ്മളെ സൈറ്റിൽ തന്നെ വന്നെത്തുട്ടോ. എന്തെങ്കിലും കടയിൽ നിന്ന് എന്തെങ്കിലും സാധനമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരോടൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി അല്ലേ. സംഭവങ്ങളൊക്കെ ഇവിടെ നമ്മളെ സൈറ്റിൽ എത്തിച്ചു തരും. അതെ, ഇവിടുന്ന് മേലെ നിന്നുള്ള ഒരു വ്യൂ കണ്ടില്ല നിങ്ങള്, നല്ല കിടുക്കാച്ച് വ്യൂ അല്ലേ. അതെ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു സ്ഥലത്തിന്റെ ഫുള്ള് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാട്ടോ. 10-230 റബ്ബർ മരങ്ങളുണ്ട്. എല്ലാം ടാപ്പിംഗ് ആയ 4ാം വർഷം ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന മരങ്ങളാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് വെറും 24 കിലോമീറ്റർ മാത്രം മാറിയിട്ട് കൊട്ടോടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തം 1 ഏക്കർ 26 സെന്റ് സ്ഥലമാണ്. ഇനി ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെന്റിന് വെറും 15,000 രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണമെന്നോ ഈ ഒരു പ്ലോട്ട് സ്വന്തമാക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓണർ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
പിന്നെ അതുപോലെ നിങ്ങളെ പ്ലോട്ടുകൾ ഏതിലൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ. ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നിൽക്കുന്ന നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ചീമേനിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ മാറിയിട്ട് പെരുമ്പട്ട എന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ 2 ഏക്കർ റബ്ബർ തോട്ടം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് സ്ഥലം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു പേജ് മറക്കാ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പ്രോപ്പർട്ടി വീഡിയോസ് അല്ല പ്രോപ്പർട്ടി കൊടുക്കാണ്ടെങ്കിൽ അതിന് ഞങ്ങളുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയോട്ടോ. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു റോഡ് വരുന്ന നമ്മളെ പെരുമ്പട്ടന്ന് വരുന്ന റോഡാണ് കേട്ടോ. പെരുമ്പട്ടന്ന് ഏകദേശം കറക്റ്റ് 1 കിലോമീറ്റർ ദൂരമാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് വരുന്നത്. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുന്നുംകൈ പോണതാണ് കേട്ടോ. കുന്നുംകൈക്കാണ് എത്തുക. നമുക്ക് കുന്നുംകൈന്ന് വരാം, അതല്ലെങ്കിൽ പെരുമ്പട്ടേന്ന് വരാം. നമുക്ക് ചീമേനിയിലോട്ട് 15 കിലോമീറ്റർ അല്ല നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. അതെ. അപ്പൊ ടാറിങ് റോഡിനോട് ചേർന്നിട്ടാണ് നമ്മളെ സ്ഥലം വരുന്നത്. ഈ കാണുന്നതിനാണ് മൊത്തം റബ്ബർ തോട്ടാണ്. 2 ഏക്കറിൽ ഫുള്ള് 350ഓളം റബ്ബറുകളാണ് ഉള്ളത്. അപ്പൊ ഇനി സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം. പറമ്പിലോട്ട് വഴിയുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ സ്ഥലം ഒന്ന് കാണാൻ പോവാ. ആദ്യം നമുക്ക് ഫ്രണ്ടേജ് കാണിച്ചു കൊടുക്കാം. നമുക്ക് ആ താഴെ വന്ന് കാണിച്ചു കൊടുക്കാം അല്ലെ? ആയിക്കോട്ടെ, നമുക്ക് അവിടുന്ന് കാണിക്കാം. അപ്പൊ നമ്മളെ വണ്ടി അവിടെ നിക്കണ കാണുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഇപ്പൊ നമ്മള് വന്നിട്ടുള്ളത് കേട്ടോ. അവിടുന്ന് തുടങ്ങിയിട്ട് ഇതാ ഇവിടം വരെയാണ് സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് പറയുന്നത്. എന്റെ ആ ഒരു എൻഡ് ഇവിടെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് നമ്മൾ കാണിക്കാണ്ട് ഇവിടുന്ന് നമ്മളെ വണ്ടി നിക്കണ അവിടെ വരെയാണ് എന്റെ ഒരു അത്യാവശ്യം നല്ല നീളം ഫ്രണ്ടേജ്. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് ചെറുവത്തൂരിന്നാണെങ്കിലും നീലേശ്വരത്തുനിന്നാണെങ്കിലും കറക്റ്റ് 24 കിലോമീറ്റർ ദൂരാണ് വരുന്നത് കേട്ടോ. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ചെറുവത്തൂരുണ്ട്, അതുപോലെ തന്നെ നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. പിന്നെ അത് അടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ആൾത്താമസമൊക്കെ ഉള്ള ഏരിയയാണ്. ഒരുപാട് വീടുകളുണ്ട് അങ്ങോട്ടൊക്കെ. താഴോട്ടെല്ലാം ഇഷ്ടം പോലെ വീടുകളുണ്ട്. പിന്നെ അങ്ങോട്ടുള്ള ആ ഒരു വ്യൂ ഒന്ന് നോക്കിയാൽ നല്ല രസമുള്ള ഒരു സൈറ്റ് സ്ഥലമാണ് കേട്ടോ. ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കിടിലൻ സൈറ്റ് സ്ഥലമാണ്. നല്ല വ്യൂ ഉണ്ട്. അവിടെയൊക്കെ വീടുകളുണ്ടോ? അവിടെയൊക്കെ വലിയ വലിയ വീടുകളാട്ടോ. വൈറ്റ് കളറിൽ അങ്ങോട്ട് നോക്കി സൂം ചെയ്താൽ കിട്ടുമായിരിക്കും ചിലപ്പോ. വലിയ വലിയ വീടുകളൊക്കെ കാണാം നമുക്ക് ഇവിടെ തന്നെ അടുത്ത് തന്നെ. ഇനിയിപ്പോ നമുക്ക് തോട്ടത്തിന്റെ ഉൾവശം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇനി തോട്ടത്തിന്റെ പ്ലോട്ടിന്റെ അകത്തോട്ട് ചെന്നിട്ടുള്ള കാഴ്ചകളൊന്ന് കാണിച്ചു തരട്ടോ. ഇനി നമുക്ക് സ്ഥലത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് റബ്ബറും കാര്യങ്ങളൊക്കെ ഒന്ന് സ്ഥലമൊക്കെ ഒന്ന് കാണാൻ നമുക്ക് കേട്ടോ. അപ്പൊ വണ്ടികളൊക്കെ ഏത് വേണമെങ്കിലും നമ്മളെ പറമ്പിലോട്ട് വരും. എല്ലാ വണ്ടിയും വലിയ വണ്ടിയൊക്കെ വരുന്ന റോഡാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളെ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള വ്യൂ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ. മൊത്തം 350ഓളം റബ്ബറുകളാണ് ഈ ഒരു സ്ഥലത്തിനകത്തുള്ളത്. 105 ഇനത്തിൽപ്പെട്ട റബ്ബറുകളാണ് മൊത്തം കേട്ടോ. 4ാം വർഷം ടാപ്പിംഗ് ആക്കിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകളാണ് ഒക്കെ. നല്ല നല്ല റബ്ബറുകളൊക്കെ ഒന്നിനൊന്നിനും മെച്ചമുള്ള നല്ലൊരു തോട്ടല്ലേ. റബ്ബർ തോട്ടൊക്കെ തെരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കിടലും പ്ലോട്ട് തന്നെ അല്ലേ അത്? അതെ. വണ്ടികളൊക്കെ ഏത് വേണമെങ്കിലും നമ്മളെ പറമ്പിന്റെ എല്ലാ സൈഡോട്ടും മൊത്തത്തിൽ എത്തണാണ് കേട്ടോ. അവിടെ നോക്കിയ വഴി എല്ലാത്തോട്ടും മേലെ വരെ വഴിയുണ്ട് കേട്ടോ. നമ്മളെ പറമ്പിന്റെ ഏകദേശം ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. കുറച്ച് ചെറിയ ചെരിവുള്ള സ്ഥലമാണ്. താഴെ റോഡ് അല്ലേ, കയറി വന്ന വഴി ഇതാണ് ഇപ്പൊ നമ്മളെ പ്ലോട്ടിന്റെ ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ നമ്മള് കേറി വന്ന് പറമ്പിന്റെ കുറച്ച് മേലെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടിക്ക് ഏത് വണ്ടി വേണേ, സ്കൂട്ടിയോ കാറോ വലിയ ജീപ്പൊക്കെ നമ്മളെ സൈറ്റിലോട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ മേലെ കുറച്ച് ഭാഗം നല്ല ലെവലായി കിടക്കുക കേട്ടോ. നിരപ്പായ സ്ഥലമാണ്. മേലെ ഫുള്ള് നിരപ്പാണ്. നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. പിന്നെ വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഇവിടെ വീടൊക്കെ വെക്കാനുള്ള സൗകര്യത്തിനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഒരു നിരപ്പും കാര്യങ്ങളൊക്കെ അല്ലേ അല്ലെ? നല്ല ക്ലിയറിൽ നിരപ്പായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനോട് ചാരി അപ്പുറത്തൊരു വീടുണ്ട്, അത് ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ കേട്ടോ. നല്ല നിരന്ന സ്ഥലമാണ്. ഇവിടുന്ന് കാണുമ്പോഴുള്ള മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. നല്ല രസമുള്ള സ്ഥലം. പിന്നെ ഈ റബ്ബറൊക്കെ നോക്കി ഇതാക്കണ 4ാം വർഷം ടാപ്പിംഗ് ആക്കിയിട്ടുള്ള റബ്ബറുകളാണ്. 105 ഇനത്തിൽപ്പെട്ട റബ്ബറുകളാണ്. മരമൊന്നും കുഴപ്പമില്ലാത്ത മരങ്ങളല്ലേ? എല്ലാം നല്ല നല്ല മരങ്ങളാണ്. ഓരോന്നോരോന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. 2 ഏക്കർ സ്ഥലങ്ങള് റബ്ബർ തോട്ടങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പൊ ഇതാ ഓരോന്നോരോന്നായിട്ട് കാണാം നമുക്ക്. ഒക്കെ നോക്കി ഒക്കെ ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള നല്ല നല്ല മരങ്ങളാട്ടോ. അത് കണ്ടില്ലേ? ഇതൊക്കെ കണ്ടൊക്കെ നല്ല നല്ല മരങ്ങളാട്ടോ. ഒന്നും ടാപ്പിംഗ് ആക്കി നശിപ്പിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ടാപ്പിംഗ് ഒക്കെ നല്ല ടാപ്പിംഗ് തന്നെ അല്ലേ? ഒരു സൈഡ് മാത്രം ഇതാണ്. ഒക്കെ പുതിയ മരങ്ങള്, നല്ല നല്ല മരങ്ങള് കണ്ടല്ലേ? 4 വർഷം ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ കേട്ടോ. അതും പ്ലാസ്റ്റിക് ഇട്ടുകാണ്ട് മഴക്കാലത്തൊന്നും ടാപ്പിംഗ് ആക്കിയിട്ടും കൂടി ഇല്ല. നല്ല പാലുള്ള മരങ്ങളാണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ?
മൊത്തം എല്ലാം 350ഓളം മരങ്ങളാണ് കേട്ടോ. ഇതേപോലുള്ള മരങ്ങളാണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ ചോദിക്കും ആൾക്കാർ പറയും അതിന്റെ ഇടയ്ക്ക് ചെറിയ മരങ്ങൾ കാണുന്നില്ല എന്നൊക്കെ. പക്ഷെ അതൊന്നും എണ്ണത്തിൽ കൂട്ടാതെ ഇങ്ങനെയുള്ള മരങ്ങളാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അതായത് ടാപ്പിംഗ് ചെയ്യുന്നത്. അതെ, ഞുക്ലി മരങ്ങളെ എണ്ണ എടുത്തിട്ടില്ല, അതാണ് സംഭവം. ഇതേമാരത്തെ നല്ല നല്ല കിടിലൻ മരങ്ങളാണ് നമ്മൾ എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതാക്കും നമ്മളെ പ്ലോട്ടിന്റെ മേലെ ഭാഗത്തേക്ക് എത്തുമ്പോ ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തോട്ടൊക്കെ അടുത്തൊക്കെ വീടുകളുണ്ട്. കറണ്ടിന്റെ ഇലക്ട്രിക് കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇനിയിപ്പോ ഒരു വീടൊക്കെ ഉണ്ടല്ലോ അവിടെ. ആ വീടിന്റെ താഴെ ഭാഗത്ത് അവിടെ പോസ്റ്റ് എല്ലാം ഉണ്ട് കേട്ടോ. ഇനി ഭാവിയിൽ നമുക്ക് ഇവിടെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് വേണേ അവിടെ നിന്ന് 1-2 പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ടും കറണ്ടിന്റെ കണക്ഷൻ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഏത് വാഹനം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പ്ലോട്ടിന്റെ എല്ലാ സൈഡിലോട്ടും നമുക്ക് എത്തുന്നതാണ്. കണ്ടില്ലേ, ഏകദേശം ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇതാക്കണം നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ അതിരെല്ലാം അതേമാതിരി ഫുള്ള് ക്ലിയർ ചെയ്തിട്ടേക്കണം കേട്ടോ. ഫുള്ള് ചുറ്റുഭാഗം ബൗണ്ടറി തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതേപോലെ ഈ സൈഡിൽ ഇതാണ് കുറ്റി നാട്ടിയിട്ടുണ്ട്. നമ്മളെ കല്ലിട്ടിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കല്ല് അതിരെല്ലാം തിരിച്ച് കല്ലെല്ലാം ഇട്ടിട്ടുണ്ട്. അതിര് മാറാനോ അങ്ങനത്തെ എന്താ പറയാ, അതിര് മാറി അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം അളന്ന് തിട്ടപ്പെടുത്തിയിട്ടേക്കുന്ന തോട്ടമാണ്. പിന്നെ ഇതാക്കണ നമ്മളെ ഈ ഒരു പ്ലോട്ടിന്റെ അതിരുവഴി അതേമാതിരി 414 ഇനത്തിൽ പെട്ട കുറച്ച് മരങ്ങൾ കേട്ടോ. അതിരുവഴി മാത്രമേ വെച്ചിട്ടുള്ളൂ. മറ്റേ 105ന്റെ ഇടയ്ക്കൊന്നും വേറെ എവിടെ ഇടയ്ക്കൊന്നും വെച്ചിട്ടില്ല. അതേമാതിരി അതിരുവഴി സൈഡ് വഴി മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. കുറച്ച് മരം 414 ഇനത്തിൽ പെട്ടത്. ഇതാക്കണേ നല്ല വണ്ണുള്ള മരങ്ങൾ കേട്ടോ. അതൊക്കെ നോക്കിക്കേ, അത്യാവശ്യം നല്ല വണ്ണുണ്ട്. നല്ല പാല് കിട്ടുന്ന മരങ്ങളാണ് കേട്ടോ. സ്ഥലം വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും. ഇനിയിപ്പോ ടാപ്പിംഗ് ആക്കാന്നുണ്ടെങ്കിൽ ഓരോ വരി നമുക്ക് പാലെടുത്ത് കൊണ്ടിറക്കാനും പാലെടുക്കാനാണെങ്കിലും ഇനിയിപ്പോ പാലും കൊണ്ട് പോകാനാണെങ്കിലും വണ്ടിയൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും എത്തനാണ്. പാല് കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒക്കെ സുഖമാണ് കേട്ടോ. ഇനിയിപ്പോ ഷീറ്റ് ആക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പാല് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സൈറ്റിലോട്ട് പാല് കൊണ്ടുപോകണ വണ്ടി വരാനാണെങ്കിലും ഒക്കെ സുഖമാണ് കേട്ടോ. സ്ഥലമൊക്കെ വേണേ എടുത്തിട്ടോളിട്ടോ. നല്ലൊരു സ്ഥലമാണ് ഇത്. ഇതിപ്പോ നമ്മൾ കയറി വരുന്ന ഭാഗം കുറച്ചു ഭാഗം മാത്രമേ ചെറിയൊരു ചെരിവുള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നല്ല ലെവൽ പ്ലോട്ടാണ്, നല്ല നിരപ്പായ സ്ഥലം. നിങ്ങൾ നോക്കിയാണ് നിങ്ങൾ. പിന്നെ അടുത്താണെങ്കിൽ നമുക്ക് വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വീട് വെച്ച് താമസിക്കാനുണ്ടെങ്കിലും വണ്ടികളൊക്കെ നമുക്ക് വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി നിർത്താനൊക്കെ പറ്റണത്. നോക്കിയാണ് നിങ്ങൾ. ഫുള്ള് റബ്ബർ തോട്ടമൊക്കെ എടുക്കാൻ പറ്റിയ ആൾക്കാർക്ക് നല്ല ലക്കാണ് കേട്ടോ. പെരുമ്പട്ടത്തി കഴിഞ്ഞ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. അതുപോലെ തന്നെ കുന്നുങ്കയിലോട്ട് പോകാൻ വെറും 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ ചീമേനിയിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. 14 കിലോമീറ്റർ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അതുപോലെ തന്നെ 9 കിലോമീറ്ററിൽ IHRD ഉണ്ട് ചീമേനിയിലുള്ള. എന്തിനു വേറെ പറയണം, 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ 2 മുസ്ലിം പള്ളിയാണ് വരുന്നത്. മദ്രസ ഉണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അമ്പലം, പള്ളി, ചർച്ച് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ എല്ലാം കൊണ്ട് എടുക്കാൻ പറ്റുന്നവർക്ക് നല്ലൊരു കിടിലൻ സ്ഥലമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. അപ്പൊ നമ്മളെ സ്ഥലത്തിന്റെ ഒരു എൻഡ് വരുന്നത്, അതിന്റെ അതിര് വരുന്നത് അവിടെയാണ് കേട്ടോ. നോക്കിയാണെ ഇവിടെ വരാണ് അതിന്റെ അതിര് വരുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് വേറെ ആളെ സ്ഥലമാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ നിരന്ന സ്ഥലമാണ്, നല്ല നിരപ്പായ സ്ഥലമാണ്. മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇനി നോക്കിയാൽ ഇതേമാർക്ക് നല്ല വണ്ണുള്ള തേക്ക്, ഇതേമാർക്ക് 2 തേക്കുണ്ട് കേട്ടോ. ഈ ഒരു പ്ലോട്ടിനകത്ത് അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 2 എണ്ണാണ് ഇതേമാരിക്കുള്ളത്. നമ്മൾ നേരത്തെ ഒരു തേക്ക് ഉണ്ടല്ലോ, അതേപോലെ നല്ല വണ്ണുള്ള ഒരു തേക്ക് അവിടെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ അതിരുവഴിയെല്ലാം നല്ല പ്ലാവും അതേപോലത്തെ തേക്ക് പോലത്തെ മരങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നോക്കി നല്ല കായ്ക്കുന്ന തെങ്ങ് ഏകദേശം 2-3 തെങ്ങുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് അതിരുവഴി നമുക്ക് ഇതേപോലത്തെ മഹാഗണി, പ്ലാവ് ഒന്നും വേണ്ട, അങ്ങനത്തെ അത്യാവശ്യം വേണ്ട നല്ല മരങ്ങളെല്ലാം ഉണ്ട്. തേങ്ങക്ക് അത്യാവശ്യം വീട്ടിലാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള തേങ്ങ എല്ലാം കിട്ടുന്നതാണ് കേട്ടോ. 3 തെങ്ങാണുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം വീഡിയോ എല്ലാം കണ്ട് എല്ലാവർക്കും സ്ഥലമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ ഓണർ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആർക്കെങ്കിലും എടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ ഏതെങ്കിലും സ്ഥലങ്ങൾ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ നമ്പർ 98 95 18 18 86 ആണ്. വിളിക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്രോപ്പർട്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ. ഹായ്, നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നിപ്പോ നിൽക്കണം നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കുന്ന 5 കിലോമീറ്റർ മാറിയിട്ട്, അതേപോലെ തന്നെ കൊന്നക്കാട് 5 കിലോമീറ്റർ മാറിയിട്ട്, അതിന് 2ന്റെ ഇടയ്ക്കായിട്ട് 3 ഏക്കർ സ്ഥലം, കാലി സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാനാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക.
പിന്നെ നിങ്ങളെ വീടോ സ്ഥലോ പ്രോപ്പർട്ടിയോ കൊടുക്കുകയാണെങ്കിൽ അതിന് താഴെ കാണുന്ന ഞങ്ങളെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളൊന്ന് പോയിട്ട് നോക്കാട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാക്കണേ, ഈ റോഡ് വരുന്ന നമുക്ക് മാലോം പറമ്പ, അതായത് മാലോം പറമ്പ ജംഗ്ഷനിൽ നിന്ന് വരുന്ന റോഡാണ് ഈ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കൊന്നക്കാട് പോകാനും ഈ റോഡിൽ നിന്ന് പോവാം. പിന്നെ നമുക്ക് മാലോത്തിനാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു 7 കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു പ്ലോട്ടിലോട്ട് വരുന്നത് കേട്ടോ. അതേപോലെ നമുക്ക് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ കാറ്റാങ്കാവിലേക്ക് പോണ റോഡാണ്. കാറ്റാങ്കാവിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെറുപുഴയ്ക്കൊക്കെ പോകാൻ എളുപ്പമാണ്. ചെറുപുഴയ്ക്ക് ഏകദേശം ഒരു 13 കിലോമീറ്റർ ദൂരമാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചിറ്റാരിക്കൽ പോകാനുണ്ടെങ്കിൽ വെറും 5 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് നമ്മളെ ഒരു പ്ലോട്ട് വരുന്നത്. പിന്നെ ഇതാക്കണ് അടുത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. അവിടെയൊക്കെ വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത് നമ്മളെ പ്ലോട്ടിനോട് ചാരുന്നതാ ഈ ടാറിംഗ് റോഡിനോട് ചേർന്നതാ ഈ കാണുന്നതാണ് സ്ഥലം. ഇതാക്കണേ മൊത്തം 3 ഏക്കർ സ്ഥലമാണ്. കുറച്ച് ചെരിവുള്ള സ്ഥലമാണ്. കാട് പിടിച്ച് കിടക്കുകയാണ്. ഓണർ ഇപ്പം നാട്ടിൽ ഇല്ല, അവർ തൃശ്ശൂരാണ്. പിന്നെ ഇതാക്കണ പ്ലോട്ടിന്റെ അതിര് സ്റ്റാർട്ടിങ് ഇതാ ഇവിടുന്ന് തുടങ്ങാണ്. ഈ മരം കാണുന്നതാക്കണേ, ഈ കൊന്ന ഇവിടുന്ന് തുടങ്ങാട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ കിടക്കാം. നല്ല നീളത്തിൽ കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. താഴോട്ട് കുറച്ച് ചെരുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി നല്ല വ്യൂ ഉള്ള സ്ഥലം കൂടിയാണ് അല്ലെ. ഹോം സ്റ്റേ റിസോർട്ട് അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെയുള്ള പ്രൊജക്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ കാടായോണ്ടാണ്, ഈ പച്ചപ്പായോണ്ടാണ് നിങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള കാഴ്ച ഒന്നും കാണാൻ പറ്റാത്തത്. ഇതാക്കണേ പ്ലോട്ടിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് അല്ലാണ്ട് വീട് വെച്ച് താമസിക്കണമെങ്കിൽ അതിന് പറ്റും. കറണ്ടിന്റെ കണക്ഷൻ ഒക്കെ എടുക്കാൻ എളുപ്പമാണ്. ഞാൻ അതെല്ലാം മറ്റ് പർപ്പസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറണ്ടിന്റെ കണക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ ഉണ്ട് കേട്ടോ. നമുക്കൊരു 3-4 പോസ്റ്റിന്റെ അടുത്ത് ഫ്രണ്ടേജ് തന്നെ ഉണ്ട് അല്ലേ. അതെ. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്ന് വഴിയെ കാണിച്ചു കൊടുക്കാം. പിന്നെ ഇതാക്കണ നല്ല കായ്ക്കണ തെങ്ങ്, ഏകദേശം 15ഓളം തെങ്ങുകളാണ് അതേപോലെ നല്ല കായ്ക്കണ തെങ്ങുകളുള്ളത് കേട്ടോ. ഇതൊക്കെ നമ്മളെ പ്ലോട്ടിന്റെ ഫ്രണ്ടിൽ തന്നെയുള്ള സംഭവങ്ങളാണ്. അപ്പൊ ഇങ്ങനെ പിന്നെ കുറെ വട്ടമരങ്ങള്, കുറെ കാട്ടുമരങ്ങള്, അങ്ങനെയുള്ള മരങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഈ വട്ടങ്ങൾക്ക് എത്രങ്ങാനും വലിയ മരം. ഇതേപോലത്തെ കുറെ കാട്ടുമരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. പറമ്പിൽ കുറച്ച് നല്ല കാട് കയറിയിട്ടുണ്ട്. ഓണർ സ്ഥലത്തില്ലാത്ത കാരണം. എന്നാലും നമുക്ക് മാക്സിമം എങ്ങനെയെങ്കിലും കാണിക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം കാണിക്കാം. നല്ല കുറെ മരങ്ങളുണ്ടല്ലോ, കുറെ തെങ്ങൊക്കെ ഉണ്ട് ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ തെങ്ങുകളുണ്ട്. പിന്നെ നമുക്ക് ഈ ടാറിംഗ് റോഡിൽ നിന്ന് തന്നെ നമുക്ക് പ്ലോട്ടിലോട്ട് ഇറങ്ങി പോകാനുള്ള റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ പോകാൻ പറ്റുമോ നമുക്കറിയില്ല, എന്നാലും നമുക്ക് പോയി നോക്കട്ടോ. മാക്സിമം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിട്ട് കാണിച്ചു തരും. ഇപ്പൊ ഫ്രണ്ടേജ് നല്ല നീളം വരുന്നുണ്ട്. നമുക്കിപ്പോ വണ്ടി നിക്കണ അവിടെ നിന്നാണ് ഇപ്പൊ നമ്മള് വന്നത് കേട്ടോ. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതാക്കണേ ഇനിയും കുറെ അപ്പുറത്തേക്ക് എത്തണം നമുക്ക്. ആ ലാസ്റ്റ് തെങ്ങ് കാണുന്ന കുറെ അങ്ങോട്ട് എത്തണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കാണൂല കേട്ടോ. നല്ല നീളം വരുന്നുണ്ട്. നല്ല വൈബ് സ്ഥലാട്ടോ, നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. പിന്നെന്ന് പറഞ്ഞാൽ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ്. നല്ല മണ്ണുള്ള സ്ഥലം. ഇതിപ്പോ തൊട്ട് ചാരിയുള്ള കൃഷിയും കാര്യങ്ങളാട്ടോ. ഇതിപ്പോ റോഡ് സൈഡിന് പോയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ അടുത്തുള്ളവർ ചെയ്തിട്ടുള്ളതാണ്. ഇനി വേണമെങ്കിൽ റബ്ബർ പ്ലാന്റ് ചെയ്യുക, അതുപോലെ കവുങ്ങ്, ഫ്രൂട്ട്സ് ഐറ്റംസ്, മാംഗോസ്റ്റിനോ റംബൂട്ടാനോ അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടോ അങ്ങനത്തെ എന്ത് സാധനങ്ങളും പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലോട്ടാണ് കേട്ടോ. അപ്പൊ ഇതാക്കണേ കറണ്ടിന്റെ അടുത്ത ഇലക്ട്രിക് പോസ്റ്റ് ഇതാക്കണേ നമ്മളെ റോഡിന്റെ ഇപ്പുറം ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മളെ ഫ്രണ്ടേജ് ഇപ്പൊ ഏകദേശം നടന്ന് പകുതിയായി. അപ്പൊ അടുത്ത പോസ്റ്റ് ഇതാണ്. നല്ല മഴ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് മുന്നേ നമുക്ക് മാക്സിമം കാണിക്കാൻ നോക്കാം. പ്ലോട്ടിന്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കേട്ടോ. പ്ലോട്ടിന്റെ പ്രത്യേകത താഴെ കൂടെ റോഡുണ്ട്, അതുപോലെ തന്നെ നമുക്ക് മേളിൽ കൂടെ ഈ ടാറിംഗ് റോഡുണ്ട്. താഴെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ താമസമുള്ള സ്ഥലം കൂടിയാണ്. താഴെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം അല്ലെ. താഴെ വീട് വെക്കാം. അടുത്തൊക്കെ അയൽവാസികളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ ഒക്കെ നോക്കിയേ ഇത്രക്കേ കാണുള്ളൂ. ഫുള്ള് പച്ചപ്പാണ്. അതിന്റെ ഇടയ്ക്കുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ല ആ മരങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഇതാവൂലേ. നല്ല തെളിഞ്ഞ് കിടക്കുന്ന സ്ഥലമായണ്ടല്ലോ. എന്ത് രസമായിരിക്കും എന്നറിയോ. റിസോർട്ടും ഹോം സ്റ്റേയും ചെറിയ ഹട്ടുകളൊക്കെ ആക്കി കഴിഞ്ഞാലൊക്കെ ഇഷ്ടം പോലെ എന്താ പറയാ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വരുന്നൊരു ഇതായിരിക്കും കേട്ടോ. അപ്പൊ അതിനൊക്കെ പറ്റി നല്ല പ്രൊജക്റ്റിനൊക്കെ പറ്റിയ സ്ഥലമാണ് അങ്ങനെയുള്ള. അപ്പൊ അടുത്ത നമ്മളെ ഫ്രണ്ടേജിന്റെ എൻഡ് ഇതാക്കണം ഇവിടം വരെയാണ് വരുന്നത് കേട്ടോ. ഈ തെങ്ങ് നിക്കണതിന്റെ ഇവിടം വരെ ഇതാക്കണം. ഇപ്പുറത്തൊരു വേറൊരു മരം ഉണ്ട്, അതിന്റെ ഇവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ്. ഇത്രയും നല്ല നീളം വരുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണൂല, നമ്മളെ വണ്ടി നിക്കണ അവിടെ അങ്ങോട്ട് കാണൂല. അപ്പൊ ഇതാക്കണം ഈ മരം നിക്കണേ ഇവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ, എൻഡ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വേറെ ആൾക്കാരെ പ്ലോട്ടാണ്, റബ്ബർ തോട്ടാണ് വരുന്നത്. കാടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വൃത്തിയാവില്ല, നല്ല അടിപൊളി ഒരു തോട്ടായിട്ട് മാറൂല. റബ്ബറൊക്കെ കണ്ടില്ല ഞങ്ങള്
അത്യാവശ്യം നല്ല കിടുക്കാച്ചി റബ്ബറുകളാണ് ട്ടോ ഉള്ളതൊക്കെ. നല്ല നല്ല വണ്ണുള്ള മരങ്ങളാണ് കേട്ടോ ഇതിനോട് തൊട്ട് ചാരിയുള്ള പ്ലോട്ടിനകത്ത് കിടക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് നല്ല മണ്ണുള്ള ഫലപുഷ്ടിയുള്ള നല്ല കൃഷിക്കൊക്കെ പറ്റിയ സ്ഥലമാണെന്നാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെ ഇതാക്കുന്ന കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്, ഈ ഒരു എൻഡിൽ കേട്ടോ അവിടെയും വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് 2-3 സ്ഥലത്ത് ഇപ്പൊ നിലവിലിപ്പോ പോസ്റ്റ് ഉണ്ട്. പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വേറെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഇടുകയും ചെയ്യാം, അതിനുള്ള സൗകര്യം ഉണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ താഴെ കൂടെ കറണ്ട് എടുക്കണമെങ്കിൽ താഴെ കൂടെ എടുക്കുകയും ചെയ്യാം അല്ലേ. നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ കൂടെ ഒരു വഴി ഉണ്ട്, അപ്പൊ കുറച്ച് കാടായിട്ട് കിടക്കുകയാണ്, ഒന്ന് കാണിച്ചു തരാം ഞങ്ങള്. ഇപ്പൊ നമുക്ക് ഈ ഒരു പ്ലോട്ടിന്റെ അകവശം ഒന്ന് അതിനകത്തോട്ടൊന്ന് പോയി നോക്കട്ടെ. ഫുള്ള് കാടാണ്, എന്നാലും നമുക്ക് ഇപ്പുറത്തെ സ്ഥലത്തിന്റെ ആ സൈഡ് വഴി ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് അതിനകത്തോട്ട് പോയി നോക്കാം. പിന്നെ നമുക്ക് ഇവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നീലേശ്വരാണ് വരുന്നത്. നീലേശ്വരത്തിന് ഏകദേശം ഒരു 37 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. അതേപോലെ നമുക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട്. പയ്യന്നൂർക്ക് ഏകദേശം ഒരു 46 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ വരുന്നത്. ഇങ്ങോട്ട് വരും, ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ഒന്ന് നോക്കാം നിങ്ങൾ. എന്താ സ്റ്റൈലർ, നല്ല കിഡു സ്ഥലം കേട്ടോ. ഇതാണ് പറഞ്ഞ റിസോർട്ടും ഹോം സ്റ്റേക്ക് അതിന് പറ്റിയ അങ്ങനെയുള്ള പ്രൊജക്റ്റിന് പറ്റിയ സ്ഥലമാണ് പറഞ്ഞത്. ഇതുകൊണ്ടാണ് ഇങ്ങോട്ട് നോക്കി ഈ കാട് ഈ പച്ചപ്പൊക്കെ പോയി എടുത്താണ്ട് കളഞ്ഞാണ്ടല്ലോ, തെളിഞ്ഞ ലെവൽ നല്ല ക്ലിയർ പ്ലോട്ട് ആക്കി കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു വൈബ് വേറെ ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോ അതല്ലെങ്കിൽ കൃഷിയൊക്കെ ചെയ്യാം അല്ലെ. മറ്റേ റബ്ബറിനൊക്കെ പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലമാണ് ഇത്. കണ്ടില്ലെങ്കിൽ അടുത്ത പ്ലോട്ടിലുള്ള റബ്ബറുകളാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം നല്ല നല്ല കിടിലൻ റബ്ബർ മരങ്ങളാണ്, നല്ല മണ്ണുള്ള സ്ഥലം അല്ലെ. അതെ, ഈ മരങ്ങളും ഈ കാടും ഇതൊക്കെ വെട്ടിക്കളഞ്ഞ് മൊത്തം ഒഴിവാക്കി നല്ല പ്ലോട്ട് ആക്കിയിട്ട് അതിനകത്ത് നല്ല നല്ല കവുങ്ങും തൈ, ഫ്രൂട്ട്സ് തൈകള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ട് കഴിഞ്ഞാട്ടെ നമുക്കൊരു 4-5 കൊല്ലം കഴിഞ്ഞാൽ നല്ല വരുമാനം അങ്ങോട്ട് വരും കേട്ടോ. ചെറിയ വിലയാണ് പാർട്ടി ചോദിക്കുന്നത്, ചെറിയ വില. അതെ, അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ഓണറായിട്ടൊന്ന് ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അതല്ലെങ്കിൽ കൂടുതലൊക്കെ സ്ഥലങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴ എന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ 2-3-4 പ്ലോട്ടുകൾ കാണാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ കോട്ടയം, പാല, പത്തനംതിട്ട അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ബസ് റൂട്ടുകൾ KSRTC ബസ്സും അതുപോലെ പ്രൈവറ്റ് ബസ്സുകളൊക്കെ നിലവിൽ സർവീസ് നടത്തുന്നതാണ് കേട്ടോ. അപ്പൊ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് പറഞ്ഞാൽ മതി അല്ലേ. നമുക്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരാം. പിന്നെ നമുക്ക് അടുത്തുള്ള എയർപോർട്ട് നമ്മളെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് ഏകദേശം ഒരു 80 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. അതേപോലെ നമുക്ക് മംഗലാപുരം എയർപോർട്ടിലേക്കാണെങ്കിൽ ഒരു 119 കിലോമീറ്റർ ദൂരേ വരുന്നുള്ളൂ കേട്ടോ. താഴെ കൂടി പോയില്ല നമുക്ക് ഒന്ന് പോയി നോക്കാം നമുക്ക് അങ്ങോട്ട്. ഇപ്പൊ നമ്മള് മേലെ ഭാഗം ഏകദേശം കണ്ടു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് താഴെ പോയിട്ട് താഴെയുള്ള അവിടെ നിന്നുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ, അവിടെ കുറെ വീടും കാര്യങ്ങളും റോഡൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം. പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് നമുക്ക് വെസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിൽ പെട്ട സ്ഥലമാണ്. അതുപോലെ നമുക്ക് വില്ലേജ് വരുന്നത് മാലോം വില്ലേജിൽ ഉൾപ്പെട്ട സ്ഥലമാണ് കേട്ടോ. മാലോത്തിന് ഏകദേശം ഒരു 7 കിലോമീറ്റർ ദൂരേ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ പ്ലോട്ടിന്റെ മേലെ ഭാഗത്തുനിന്നുള്ള കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞാണ്ട് അപ്പൊ വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഈ റോഡ് വരുന്നത് പറമ്പേന്ന് വരുന്ന റോഡാണ്. ഈ റോഡ് നേരെ പോണ കാറ്റാങ്കാവിലേക്ക് പോണ റോഡാണ്. ഇപ്പൊ നമ്മളെ പ്ലോട്ടിന്റെ താഴെ ഭാഗത്തുള്ള ടാറിംഗ് റോഡാണ് കേട്ടോ. അപ്പൊ നമ്മളെ സ്ഥലം വരുന്നത് അവിടെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിലെ കുറച്ച് ദൂരം പറഞ്ഞാൽ അങ്ങോട്ട് ഒരു 100 മീറ്റർ അങ്ങനെ നടന്നു പോകാണ്ട് നമ്മളെ വണ്ടിക്ക് പോകണം. പിന്നെ അവിടെയാണ് സ്ഥലം വരുന്നത്. ഇനി അവിടെ പോയിട്ട് സ്ഥലം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പോണ വഴി വീടുകളൊക്കെ ഉണ്ട്, അതൊക്കെ വഴിയെ കാണിച്ചു തരാം. വരി. അപ്പൊ നമ്മൾ വന്നിട്ട് ഏകദേശം കുറെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതങ്ങനെ അടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഇതാ ചുറ്റുപാടും വീടുകളൊക്കെ ഉള്ള ഏരിയ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് പോകേണ്ടത് അവിടേക്കാണ് പോകേണ്ടത്. നമ്മളെ പ്ലോട്ട് വരുന്നത് ആ ഒരു ഭാഗത്തേക്കാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇനി അതിലെ പോയിട്ട് ഇത് പ്ലോട്ടിന്റെ ഏകദേശം കുറച്ചോടം വരെ വരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു വഴി അങ്ങനെ നേരെ പോയിട്ട് പിന്നെ മെയിൻ റോഡിലോട്ട് മേലോട്ട് തന്നെയാണ് എത്തുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പോയിട്ട് ഞാൻ സ്ഥലം ഒന്ന് താഴെ ഭാഗത്തു നിന്നുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വണ്ടി ഇവിടെ ഇട്ടിട്ട് ഒന്ന് നടന്ന് പോട്ടോ. ഇവിടെ തന്നെയാണ് സ്ഥലം വരുന്നത്. നോക്കി അടുത്തുള്ള ആൾക്കാരെ പ്ലോട്ടിലുള്ള സ്ഥലങ്ങളിലുള്ള കൃഷികളൊക്കെ ഉണ്ട്. കൊക്കോ കൃഷിയാണ് ഇതൊക്കെ കേട്ടോ. കൊക്കോയും കവുങ്ങൊക്കെയാണ് ഇപ്പൊ ഇവിടെ അടുത്തുള്ള സ്ഥലത്തുള്ള കൃഷികളും കാര്യങ്ങളും ഈ കാണുന്ന കേട്ടോ. അപ്പൊ നമ്മളിപ്പോ അവിടുന്ന് വന്നു കേട്ടോ. ഈ റോഡ് നേരെ ഇതാക്കണേ നമ്മളെ പ്ലോട്ടിനകത്തോട്ടുള്ള റോഡാണ്. മേലെ ടാറി റോട്ടുമേക്കുള്ള റോഡാണ്. അപ്പൊ അവിടെയാണ് ആ കാണുന്നതാണ് സ്ഥലം കേട്ടോ. ഈ റബ്ബർ തോട്ടം ഇപ്പൊ നമ്മൾ മേലെന്ന് കാണിച്ചു കൊടുത്ത റബ്ബർ തോട്ടാണ് കേട്ടോ. ഇതാണ് ഇപ്പൊ നമ്മളെ പറമ്പിലോട്ടുള്ള റോഡ്. ഇതിപ്പോ പഞ്ചായത്തിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ടാറിംഗ് ഒക്കെ പാസ്സാകാനായി കിടക്കുന്ന റോഡാണ്. അപ്പൊ നമ്മളെ പ്ലോട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പുറത്ത് ഈ റബ്ബറിന്റെ അപ്പുറത്തുള്ള സ്ഥലമാണ്. ആ കാണുന്നത് തന്നെയാണ് സ്ഥലേ. അത് കണ്ടില്ലേ, ആ പച്ചപ്പ് കാണുന്ന ആ സ്ഥലം തന്നെയാണ് കേട്ടോ. അധികം ദൂരമൊന്നുമില്ല. ഇവിടൊക്കെ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ടല്ലോ. നമ്മള് വരുന്ന ഏരിയ വഴി കൂടെ വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാണ്ട് പിള്ളേരെ സ്കൂളിലോട്ട് പറഞ്ഞേക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചിറ്റാരിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരുന്നുണ്ട്. അതുപോലെ 5 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ നമുക്കിവിടെ വള്ളിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂൾ വരുന്നുണ്ട്. മാലോത്ത് കസബ അടുത്ത് തന്നെ നമുക്ക് സ്കൂളുകളൊക്കെ വരുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാക്കണ് ഇതായി കാണുന്നത് ആ സ്ഥലം നമ്മൾ നേരത്തെ കാണിച്ചില്ലേ. അപ്പോൾ ഇതാണ്
നമ്മൾ പറഞ്ഞ സ്ഥലം. ലാസ്റ്റ് നമ്മൾ താഴെ ഭാഗത്തേക്ക് എത്തിട്ടോ. അതിര് കണ്ടോ അവിടെ കുറ്റി നാട്ടിയിട്ടുണ്ട്. ഈ റിബൺ കെട്ടിയല്ലേ. പിന്നെ നമുക്ക് റോഡ് താണ്ടാ ഈ കാണുന്ന തന്നെയാണ് മേലെ കാണുന്ന നമ്മളെ ഈ റബ്ബറിന്റെ എൻഡിലാണ് റോഡ് വരുന്നത് കേട്ടോ. ഇവിടുന്ന് 2-3-4 വരി മേലേക്ക് കയറി കഴിഞ്ഞാൽ ടാറിങ് റോഡാണ് കേട്ടോ. കുറെ കയറാനില്ല, 3-4 വരി കഷ്ടിച്ച് അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ആ മേലെ നിന്നാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കാണിച്ചു തന്നത് നിങ്ങൾക്ക്. ആ കാണുന്നതാണ് സ്ഥലം. മൊത്തം 3 ഏക്കർ സ്ഥലമാണ്. പറമ്പിന്റെ ഉള്ളിക്ക് കുറെ ഉള്ളിക്ക് പോയിക്കാണ്ട് കാണിച്ചു തരാൻ കഴിയില്ല, കാരണം നിങ്ങൾ ഈ കാട് കാണുന്നുണ്ടല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറെ കുറെ വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറെ വട്ടയോ അങ്ങനത്തെ കുറെ കാട്ടുമരങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത്ര സൗകര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനുള്ളത്. മേലെക്കൂടെ റോഡുണ്ട്, താഴെക്കൂടെ റോഡുണ്ട്, വ്യൂ ഒക്കെ ഉള്ള നല്ല സ്ഥലമാണ്. കൃഷിയൊക്കെ ചെയ്യാൻ ഇനി ഒരു കവുങ്ങ് തോട്ടമൊക്കെ വെക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ, അതല്ലെങ്കിൽ റബ്ബർ തോട്ടം റബ്ബറുകളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ, അതല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. റംബൂട്ടാൻ നടാ, ഡ്രാഗൺ ഫ്രൂട്ട് നടാ, മാംഗോസ്റ്റീൻ നടാ, അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് ഇപ്പോൾ കൂടുതലായും ആൾക്കാർ ചെയ്യണത്. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ അത് അടുത്തുള്ള പ്ലോട്ടിനകത്തുള്ള തെങ്ങൊക്കെയാണ് ഈ കാണുന്നത്. നല്ല കായ പിടിക്കുന്ന തെങ്ങൊക്കെയാണ് ഇവിടെയൊക്കെ നോക്കി. ഇതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അടുത്തുള്ള ആൾക്കാരെ സ്ഥലം കാണിക്കണമല്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കും എന്നുള്ളത് കൊണ്ട് കാണിക്കണതാണ്. പിന്നെ കുരങ്ങിൻ്റെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംഭവങ്ങൾ അടുത്തുള്ള പറമ്പ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പം വീഡിയോ ഒക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കൊന്നക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 5 കിലോമീറ്ററും അതുപോലെ തന്നെ മാലോത്ത് നിന്ന് വെറും 7 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വെള്ളരിക്കുണ്ടുണ്ട്, അതുപോലെ തന്നെ ചെറുപുഴയുണ്ട്, ചിറ്റാരിക്കലുണ്ട്, മാലോത്തുണ്ട്, ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളൊക്കെ ഈ പറഞ്ഞ ഏരിയകളിലൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ടാണ്. നമുക്ക് ഈ മൊത്തം 3 ഏക്കർ സ്ഥലമാണ് വരുന്നത്. പിന്നെ ഇനി പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും 30 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഏക്കറിന് വെറും 10 ലക്ഷം രൂപ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇതാണ് ഓണർ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലോട്ടുകൾ ഏതിലൊക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ, ഇതേപോലെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ. ഹായ്, നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞിരത്തിങ്കാൽ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. കാഞ്ഞിരത്തിങ്കാൽ ടൗണിൽ നിന്ന് ഏകദേശം ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ മാറിയിട്ടാണല്ലോ. അപ്പോൾ ഇവിടെ 2 ഏക്കർ 20 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാനാ വന്നു കേട്ടോ. അപ്പൊ കാഞ്ഞിരത്തിങ്കാൽ എന്ന് പറഞ്ഞ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് വെറും 24 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു കാഞ്ഞിരത്തിങ്കാൽ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. അപ്പൊ ടാറിങ് റോഡിന്റെ സൈഡിൽ, ബസ് റൂട്ടിന്റെ സൈഡിലാണ് സ്ഥലം വരുന്നത്. അപ്പൊ നമുക്ക് സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി കൊടുക്കാറുണ്ടെങ്കിൽ അതിനൊക്കെ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പൊ ഈ റോഡ് വരുന്ന നമ്മളെ കാഞ്ഞിരത്തിങ്കാൽ നിന്ന് വരുന്ന റോഡാട്ടോ. കാഞ്ഞിരത്തിങ്കാലിന് ഏകദേശം 1/2 കിലോമീറ്റർ മാത്രമേ ഇവിടേക്കുള്ള ദൂരം പറയുന്നത്. അപ്പൊ ഈ കാണുന്നതാണ് സ്ഥലം. ടാറിങ് റോഡിനോട് ചേർന്നുള്ള സ്ഥലമാണ്. ബസ് റൂട്ടൊക്കെ ഉള്ളതാണ്. പിന്നെ അടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ റോഡ് നേരെ അങ്ങോട്ട് പോകണം. നമ്മൾ ഏരിയയിലെത്തി കഴിഞ്ഞാൽ നേരെ കാഞ്ഞങ്ങാടിന് ഏകദേശം 24 കിലോമീറ്ററേ വരുന്നുള്ളൂ. പിന്നെ അത് അടുത്തതാ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വീടുകളുണ്ട്. പിന്നെ നമുക്കിത് പെരിയെ പോകാം, അതുപോലെ തന്നെ ഒടയഞ്ചാല് പോവാം. പിന്നെ ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് പിന്നെ കാഞ്ഞിരത്തിങ്കാലെത്തും. 1/2 കിലോമീറ്റർ മാത്രം ദൂരം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബന്ദർക്ക് പോകാം. അത് അല്ലെങ്കിൽ പൊയിനാച്ചിലോട്ട് പോകാനുള്ള റോഡൊക്കെയാണ് ഈ റോഡ്, ഇങ്ങോട്ടുള്ളത് റോഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് സ്ഥലത്തിന്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി കാണിച്ചു കൊടുത്താൽ നമുക്ക് പോയൊക്കെ നമുക്ക് ഈ കണ്ണ് തന്നെയാണ് സ്ഥലം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ വന്ന് നമ്മളെ പ്ലോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ വഴി ടാറിങ് റോഡിൽ നിന്ന് നേരെ ഈ ഒരു വഴി വരുന്ന മണ്ണ് റോഡാണ്. വണ്ടിയൊക്കെ ഏത് വണ്ടി വേണേലും വരും. ഈ വഴി നേരെ നമ്മളെ വീടിന്റെ മുറ്റത്തേക്കാണ് എത്തുന്നത് കേട്ടോ. അപ്പൊ ഇതാക്കണ് നോക്കി, ഇതിനകത്തുള്ള വീടാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. എല്ലാ വണ്ടി നമുക്ക് മുറ്റത്ത് കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വീട് കാണുന്നതിന് മുന്നേ നമുക്ക് വേറൊരു സംഭവം കാണിച്ചു കൊടുക്കാം. എന്താ പറയാ നിങ്ങൾക്ക്, നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാല് വറ്റാത്ത വെള്ളമാണ്. അതും 2 തുരങ്കം. പിന്നെ ഇങ്ങനെ വെള്ളം ഇതാക്കണം. ഇവിടെ ഒരു കുഴി കുത്തിയതുണ്ടോ, അതിനകത്ത് എത്രയോ വെള്ളം എന്നറിയാം. നല്ല തെളിഞ്ഞ വെള്ളം. ഇങ്ങോട്ട് നോക്കി, ആഴമില്ല, ചെറിയ കുഴി. അത് കണ്ടോ, ജസ്റ്റ് ഒരു കുഴി കുഴിച്ചപ്പോഴത്തേനും ഇഷ്ടം പോലെ വെള്ളമാണ്. മഴക്കാലമാണെങ്കിലും വേനൽക്കാലമാണെങ്കിലും ഇതേപോലെ വെള്ളം ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ വെള്ളം ഉണ്ട്. അതിപ്പോ
ആ ഒരു പൈപ്പ് കൂടെ വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ തുരങ്കത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്. തുരങ്കം നമുക്ക് വഴിയെ കാണിച്ചു കൊടുക്കാം അല്ലെ? ഒക്കെ വഴിയെ കാണിച്ചു തരാം. ഒരു ഫാമോ കൃഷി ആവശ്യത്തിനൊക്കെ വെള്ളത്തിന്റെ ഒക്കെ സൗകര്യത്തിന് ഇഷ്ടം പോലെയാണ് വെള്ളം. ഫാമൊക്കെ തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. മഴക്കാലാണെങ്കിലും വേനൽക്കാലാണെങ്കിലും ഇത് അതേപോലെ വെള്ളം ഉണ്ടാവും, ഗ്യാരണ്ടിയാണ്. അപ്പൊ നമുക്ക് പോയിട്ട് വീട് കാണണം, ആ തുരങ്കങ്ങളൊക്കെ ഒന്ന് കാണണം, പിന്നെ കുറച്ച് റബ്ബറും തെങ്ങും കവുങ്ങും കാണാനുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പോയി നോക്കാം നമുക്ക്. അപ്പൊ ഇതാക്കണ നമ്മൾ വന്ന ഈ വീട് നോക്കിയാൽ വീടൊക്കെ വലിയ വീടാട്ടോ. അതാണ് ഇതിനകത്തുള്ള വീട്. മൊത്തം 5 റൂം, വലിയ ഹാള്, അടുക്കള, സിറ്റ് ഔട്ട്, വർക്ക് ഏരിയ എന്ന് വേണ്ട എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള വലിയൊരു വീടാണ് കേട്ടോ. 5 ബെഡ്റൂമാണ് ഇതിന് വരുന്നത്. പിന്നെ ഹാളൊക്കെ വലിയ ഹാളാണ് വരുന്നത്. സിറ്റ് ഔട്ട് ഒക്കെ നോക്കിയാൽ വീടിന്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ ആണ് കേട്ടോ. സിറ്റ് ഔട്ട് ഒക്കെ വലിയ വരാന്ത മരത്തെ വലിയ സിറ്റ് ഔട്ട് ആണ്, ഓപ്പൺ സിറ്റ് ഔട്ട് ഒക്കെയാണ് വരുന്നത്. ഇതിന്റെ ഫ്രണ്ട് എന്നുള്ള ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ കണ്ടില്ല ഞങ്ങള്. പിന്നെ ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കിയേ, നമ്മളെ വീടിന്റെ മുറ്റത്ത് തന്നെ വലിയ മാവ്, നല്ല കായ്ക്കണ മാവ് കേട്ടോ. അതേപോലെ തന്നെ ഇതാ ഇപ്പുറത്തെ ഒരു സപ്പോട്ടമരമുണ്ട്, വലിയൊരു സപ്പോട്ടമരം. വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ജ്യൂസ് അടിച്ച് കൊടുക്കാനും ഒക്കെ എല്ലാ സാധനങ്ങളും, ഫ്രൂട്ട്സ് ഐറ്റംസും എല്ലാ സാധനം ഉണ്ട്. മാവ്, പ്ലാവ്, എന്ന് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. വീടിന്റെ ബാക്കിന്ന് വെള്ളത്തിന്റെ സൗകര്യത്തിന് ആ ഒരു കുഴിയിൽ വെള്ളം നിറഞ്ഞിക്കണ കാണിച്ചെന്നില്ലേ. അപ്പൊ ഇത് ഈ വെള്ളം വരുന്ന നോക്കിയാൽ ഇതിപ്പോ അവിടെ ഒരു തുരങ്കുണ്ട്, ആ തുരങ്കത്തിന് വരുന്ന വെള്ളമാണ് കേട്ടോ. പിന്നെ ഇതാക്കണ ഈ ഒരു പറമ്പിലോട്ടുള്ള കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ ഇതാക്കണ്ട. അപ്പൊ കണക്ഷൻ നിലവിലുള്ളതാണ്. അപ്പൊ നമുക്ക് പോയിട്ട് ആ തുരങ്കം ഒന്ന് കാണാം കേട്ടോ. തുരങ്കം 2 തുരങ്കാണ് ഉള്ളത്. അപ്പൊ ഒന്ന് ഇതാ അവിടെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് വരും, ഇതാക്കണ ആ തുരങ്കം കാണിച്ചത്. അതുകൊണ്ട് നിങ്ങള് 2 തുരങ്കം ഇതേമാതിരിക്ക്. ഇപ്പൊ ഇതിന്ന് ഇങ്ങനെ പൈപ്പിന്റെ കണക്ഷൻ ഇട്ടിട്ട് വെള്ളം അങ്ങോട്ട് വിട്ടേക്കാട്ടോ വീടിന്റെ മുറ്റത്തോട്ട്. അപ്പൊ ഇതാണ് തുരങ്കം 1. ഇനി 2ാമത് തുരങ്കം താഴെ വരുന്നത്, അത് നമുക്ക് വഴിയെ കാണിച്ചു കൊടുക്കാം. പിന്നെ റബ്ബർ, നമ്മളെ പ്ലോട്ടിന്റെ ഏകദേശം ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു സൈലന്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. വീടുകൾ വേണേ അടുത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട്. നല്ലൊരു ഒച്ച അനക്കോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അല്ലെ? അതെ. നമ്മളെ കാസർഗോഡ് ജില്ലയാണ്, ചെറിയ ചെരിവുള്ള സ്ഥലങ്ങളാണ്. ഇനി നമുക്ക് തെങ്ങും റബ്ബറൊക്കെ ഒന്ന് പോയി കണ്ടാലോ. നിങ്ങൾ നോക്കിയ തെങ്ങ് അത്യാവശ്യം നല്ല കായ്ക്കണ തെങ്ങ്. ഏകദേശം ഒരു 15ഓളം തെങ്ങുകളാണ് ഉള്ളത്. നമ്മളെ വീട്ടിൽ കറിക്ക് ആവശ്യത്തിന് അരയ്ക്കാനോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആക്കാനോ ഒക്കെ തേങ്ങയൊക്കെ ഇഷ്ടം പോലെയാണ്. അവിടെ നോക്കി. പിന്നെ നമ്മളെ പ്ലോട്ടിലോട്ട് ഇതാണ് താഴെ നിന്നുള്ള കറണ്ടിന്റെ ഇലക്ട്രിക് കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് താഴെയും കൂടി വരുന്നുണ്ട്. നമുക്ക് ഒരു ഫാം കാര്യങ്ങളൊക്കെ തുടങ്ങണം, നല്ലൊരു മീൻകുളോ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിന് കറണ്ട് ഭാവിയിലൊക്കെ എടുക്കാലോ ഇവിടുന്ന്. അതെ, കറണ്ട് പോസ്റ്റ് ഇനി വേറെ എക്സ്ട്രാ വേറെ ഇടേണ്ട ആവശ്യമില്ല. ഒരുവിധം എല്ലായിടത്തും പോസ്റ്റ് ഇതേപോലെ ഉണ്ട് കേട്ടോ. റബ്ബർ കാണട്ടോ, റബ്ബർ ഇതാക്കണം 105 ഇനത്തിൽ പെട്ട ഏകദേശം 150ഓളം റബ്ബറുകളാണ് ഉള്ളത് കേട്ടോ. ഇതിങ്ങനെ അങ്ങോട്ട് കിടക്കണം. അങ്ങോട്ട് നോക്കി, ഏകദേശം നല്ല നല്ല മരങ്ങളാണ് കേട്ടോ. ഏകദേശം ഒരേപോലെ ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള മരങ്ങളാണ്. നോക്കി അങ്ങോട്ടൊക്കെ ഇതിനകത്തുള്ള മരങ്ങൾ ഏകദേശം 150ഓളം റബ്ബർ മരങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത്. അതൊക്കെ അത്യാവശ്യം നല്ല വണ്ണം ഉണ്ടല്ലേ ഈ മരങ്ങളൊക്കെ? നല്ല വണ്ണം ഉണ്ട് കേട്ടോ. അധികം 2 വർഷം ആകെ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ. ഇത്ര അല്ലേ? ഇത്ര മാത്രമേ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ, പിന്നെ ഇതുവരെ ആക്കിയിട്ടില്ല. ഉണ്ടല്ലോ തോട്ടത്തിന്റെ ഏകദേശം നമ്മളൊരു പ്ലോട്ടിന്റെ ഏകദേശം ഒരു വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഒരു തുരങ്കം കണ്ടു, ഒരു കുളവും കണ്ടു കേട്ടോ. ഈ 2ാമത്തെ തുരങ്കം വരുന്ന ഇവിടെ കേട്ടോ. അങ്ങോട്ട് നോക്കി. അപ്പൊ അതിനകത്തുനിന്ന് വന്ന് നിറഞ്ഞിങ്ങനെ പോണ വെള്ളാണിത്. ഇഷ്ടം പോലെ വെള്ളം, അങ്ങനെ പളുങ്ക് പോലെ തെളിഞ്ഞ വെള്ളം. എന്താ രസം നോക്കി. ഇത് വേനൽക്കാലത്ത് ഇതേപോലെ വെള്ളം ഉണ്ടാവും കേട്ടോ, മഴക്കാലത്ത് മാത്രമല്ല. പിന്നെ നമ്മളെ പ്ലോട്ടിന്റെ സ്ഥലത്തിന്റെ ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മളിപ്പോ ഏറ്റവും താഴെയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്, അല്ലേ? അധികം അത്ര ചെരിവോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? പിന്നെ നമ്മള് കവുങ്ങ് ഉണ്ടാണല്ലേ. അപ്പൊ ഇതാക്കണ്ട, ഈ കാണുന്നതാണ് കവുങ്ങുകൾ കേട്ടോ. ഏകദേശം 250ഓളം കവുങ്ങുകളാണുള്ളത്. ഒക്കെ അത്യാവശ്യം നല്ല കായ പിടിക്കുന്ന കവുങ്ങുകളൊക്കെയാണ്. ഇപ്പൊ നമ്മളെ പ്ലോട്ടിന്റെ അവിടെ നിന്ന് കുറച്ചും കൂടി മാറിയിട്ടാണ് ഇപ്പൊ ഈ ഒരു കവുങ്ങൊക്കെ ഉള്ളത് കേട്ടോ. നമ്മളെ വീടിന്റെ അടുത്തുനിന്ന് കുറച്ചും കൂടി മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തം ഇത് 75 സെന്റ് ആണ് മൊത്തത്തിലുള്ളത് ഈ ഒരു കവുങ്ങ് തോട്ടം. ഈ ഒരു കവുങ്ങിലും താഴെ ഒരു ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. അപ്പൊ കാട കണ്ട് നമുക്ക് കാണാത്താണ് കേട്ടോ. വെള്ളത്തിന്റെ സൗകര്യം ഫുൾ ടൈം, മേലെ തന്നെ വെള്ളം അല്ലേ. നല്ല പെട്ടെന്ന് ചെറിയ കിണർ കുത്തിയാൽ തന്നെ നമുക്ക് വേഗം വെള്ളം കാണുന്ന ഒരു സ്ഥലമാണ്. നമ്മളെ സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞിരത്തിങ്കാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് കാഞ്ഞങ്ങാടിന് ഏകദേശം ഒരു 24 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്ക് വരുന്നത്. പിന്നെ നമുക്ക് മറ്റേ ബന്തെടുക്കലൊക്കെ പോകാനാണെങ്കിലും എല്ലാത്തോട്ടും ബസ് റൂട്ട് ഉള്ളതാണ് കേട്ടോ. ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ജസ്റ്റ് ഇങ്ങോട്ട് പോന്നാൽ മതി നമ്മളെ വീട്ടിലോട്ട്. പിന്നെ അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ സ്ഥലത്തിന്റെ ഏകദേശം ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കേട്ടോ. കവുങ്ങ് കണ്ടില്ല നിങ്ങള്? ഇതുണ്ടല്ലോ നമ്മളെ പ്ലോട്ടിന്റെ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. നമ്മളെ ഈ ഒരു കവുങ്ങ് തോട്ടത്തിന്റെ അടുത്ത് ഇഷ്ടംപോലെ വീടുകളുണ്ട്. പിന്നെ ഇവിടുന്ന്
അപ്പുറത്തെത്തി കഴിഞ്ഞാൽ ടാറിംഗ് റോഡാണ്. പഞ്ചായത്ത് റോഡ് ആ ഒരു വീടിന്റെ കുറച്ചപ്പുറം വരെ റോഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആൾതാമസമില്ലാത്ത ഏരിയ കാര്യങ്ങളൊന്നും അല്ല. നമ്മളെ ഈ ഒരു 2 ഏക്കർ 20 സെന്റിന്റെ ചുറ്റുപാടിനും ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ അടുത്തുള്ള ആൾക്കാരുടെ സ്ഥലങ്ങളാണെങ്കിലൊക്കെ കവുങ്ങും തെങ്ങും റബ്ബറും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ കൃഷികളൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ നമുക്ക് കാസർഗോഡ് ടൗണിന് പോകാൻ 28 കിലോമീറ്ററും അതുപോലെ തന്നെ നമ്മളെ കർണാടകയിലെ സുള്ളിയിലോട്ട് പോകാൻ 34 കിലോമീറ്ററും പെരിയ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ വെറും 15 കിലോമീറ്റർ മാത്രമാണ്. പിന്നെ നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കാഞ്ഞങ്ങാട് നീലേശ്വരക്കാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ സ്കൂള്, പള്ളി, അമ്പലം, ചർച്ച് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മുസ്ലിം പള്ളി ഉണ്ട്, LP സ്കൂൾ ഉണ്ട്. നമുക്ക് അടുത്ത് 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സ്കൂളിലോട്ടൊക്കെ ഒരു 200 മീറ്റർ പോയി കഴിഞ്ഞാൽ മതി. ആ വീട്ടിൽ ജസ്റ്റ് ഒരു ഇറങ്ങി കഴിഞ്ഞാല് സ്കൂളിലോട്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ നമ്മളെ സ്ഥലമൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പ്ലോട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പ്ലോട്ടിന് ഈ ഓണർ ചോദിക്കുന്ന വില പറഞ്ഞാൽ സെന്റിന് വെറും 50,000 രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പൊ വീഡിയോ കണ്ട് നിങ്ങളെ ബഡ്ജറ്റിന് അനുയോജ്യമാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഓണർ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.